ചെറിയൊരു ബിറ്റ്കോയിനെ കുറിച്ച് ചെറിയൊരു ഒരു ടോക്ക് നമുക്ക് ചെയ്യാം. ഞാൻ ബിറ്റ്കോയിനിലേക്ക് വരാനുണ്ടായ സാഹചര്യം, ഞാൻ ഈ ബിറ്റ്കോയിനെ കുറിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും ഞാൻ അധികം ചെവി കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ ഞാൻ അധികം ഇമ്പോർട്ടൻസ് ഇരുന്നിരുന്നൊരു വ്യക്തിയാണ്. ഞാൻ വിചാരിച്ചത് ഒരു സ്കാം ആയിട്ടുള്ള ഒരു പോൺസി സ്കീം കൈൻഡ് ഓഫ് ആണ്. കാരണം ഇന്റർനെറ്റ് മണി, നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മളത് കേൾക്കുന്നു, ഇടയ്ക്കും അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. 2020 ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കണം, ഇതെന്താണെന്ന് പഠിക്കാൻ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നത് 2020 മുതലാണ്. അതിന് വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ എന്താണ് മണി അല്ലെങ്കിൽ മണിയുടെ ഹിസ്റ്ററി, 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് തേടണമെന്നുണ്ടായിരുന്നു. അതായത് എന്താണ് മണി, വാട്ട് ഈസ് മണി, വൈ വി ക്രിയേറ്റഡ് മണി, എന്തുകൊണ്ട് നമ്മൾ പൈസ ക്രിയേറ്റ് ചെയ്തു, ഹൗ വി ക്രിയേറ്റഡ് മണി, എങ്ങനെ നമ്മൾ പൈസ ക്രിയേറ്റ് ചെയ്തു. ഈ 3 ചോദ്യങ്ങൾക്കും നിങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം ഉണ്ടെങ്കിൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബിറ്റ്കോയിൻ. ആ രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡ് ചെയ്യുമ്പോൾ, ബിറ്റ്കോയിൻ ആ രീതിയിൽ നിങ്ങൾ കാണുമ്പോൾ, നിങ്ങൾ ഒരിക്കലും, എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പഴയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിൽ എത്ര പേർക്ക് ബിറ്റ്കോയിൻ അല്ല, റിയൽ മണി, ബിറ്റ്കോയിൻ ഇസ് റിയൽ മണി ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞത് അല്ലാതെ എന്താണ് റിയൽ മണി, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നമ്മുടെ കോളേജസിലോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സ്കൂളുകളിലോ ഒരു ടീച്ചർമാരാണെങ്കിലും ഒരു പ്രൊഫസേഴ്സ് ആണെങ്കിലും ആരും നമ്മളെ എന്താണ് പൈസ എന്ന്, എന്താണ് മണി എന്ന് പഠിപ്പിച്ചിട്ടില്ല. അവർ നമ്മളെ പഠിപ്പിച്ചേക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എങ്ങനെ ഒരു നല്ല ഒബീഡിയന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആകണം, അല്ലെങ്കിൽ ഒരു എംപ്ലോയർക്ക് വേണ്ടി നിങ്ങൾ എങ്ങനെ പണിയെടുക്കണം, ഒബീഡിയന്റ് ആയിരിക്കണം, എങ്ങനെ സ്ലേവ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻഫർമേഷൻ എങ്ങനെ വേറൊരാൾക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്നല്ലാതെ മണി എന്താണ്, മണിയുടെ വാല്യൂ, നമ്മൾ ഇപ്പോഴത്തെ സിസ്റ്റം, നമ്മൾ ഈ ജനിച്ചേക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ മണിയുടെ സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ വാല്യൂ സേവ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ എങ്ങനെ ഇതിന്റെ വാല്യൂ കൂട്ടാൻ നോക്കും, ഇതൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, ഒരു യൂണിവേഴ്സിറ്റിയും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് 100% പറയാം, നിങ്ങൾ അങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷന്റെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടില്ല എന്നുള്ള കാര്യം 100% ഷുവറാണ്. അപ്പൊ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയ ഒരാളാണ് ഞാൻ, അതിന്റെ ഉത്തരവും കണ്ടുപിടിച്ച ഒരാളാണ്. അതായത് അങ്ങനെ ഒരു മണി ഉണ്ട് നമുക്ക് ഇതുവരെ. ഗോൾഡ് ആയിരുന്നു അത്, അതിന് കുറെ ഇഷ്യൂസ് ഉണ്ട്, അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്, അന്നും ഇന്നും അതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അത് ബിറ്റ്കോയിൻ വരുന്നത് വരെ ഗോൾഡ് ആയിരുന്നു കൈൻഡ് ഓഫ് ഓൾമോസ്റ്റ് എ പെർഫെക്റ്റ് മണി. അതിനുശേഷം 2009 ബിറ്റ്കോയിൻ വരുന്നു, ലോകത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു ടെക്നോളജി വരുന്നു. അപ്പൊ പല ആളുകളും ഈ ബിറ്റ്കോയിനെ കണ്ടത് ഒരു ടെക്നോളജി, ഓഫ് കോഴ്സ് ഇറ്റ്സ് ടെക്നോളജി, അല്ലെങ്കിൽ ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിപ്പോയ ആളുകൾ വളരെ 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 ചുരുക്കമാണ്. എന്താണ് ബിറ്റ്കോയിൻ, അല്ലെങ്കിൽ എന്താണ് ഇത്, ലോകത്തെ എങ്ങനെ മാറ്റാൻ വേണ്ടി പോകുന്നു, ഇതിനെ, ഈ ബിറ്റ്കോയിൻ എങ്ങനെയായിട്ട് കാണണം. പല ആളുകളും ബിറ്റ്കോയിൻ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ബിറ്റ്കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്ത് ബിറ്റ്കോയിന്റെ പ്രൈസ് മേപ്പോട്ട് പോകുമ്പോൾ അതിന് പ്രോഫിറ്റ് എടുക്കുക, അത് US ഡോളറിലോട്ടോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പിയിലോട്ടോ അല്ലെങ്കിൽ യൂറോയിലോട്ടോ അങ്ങനെയുള്ള കറൻസിയിലേക്ക് മാറ്റി പ്രോഫിറ്റ് എടുക്കുക. ആ ഒരു ചിന്തയുടെ ആയിരുന്നു മിക്ക ആളുകളും വന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ മണിയുടെ ഒരു അർത്ഥം, അല്ലെങ്കിൽ എന്താണ് മണി, എങ്ങനെ ഉളവായി മണി എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞാൻ ബിറ്റ്കോയിനിലേക്ക് വരുന്നു. ബിറ്റ്കോയിനിലേക്ക് കൂടുതൽ പഠിക്കും തോറും എനിക്ക് ഓരോ ദിവസം കഴിയും തോറും എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് ഞാൻ പോകുന്നു. കാരണം ഇത് ഞാൻ നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രം കണ്ടിരുന്ന, അല്ലെങ്കിൽ ബുക്കുകളിൽ മാത്രം വായിച്ചിരുന്ന ഒരു പെർഫെക്റ്റ് മണിയുടെ എല്ലാ ക്വാളിറ്റീസുകളിലേക്കും ഈ ബിറ്റ്കോയിൻ വരുന്നുണ്ട്. ഞാൻ കണ്ടത് ബിറ്റ്കോയിൻ ഒരു ഡിഫറെന്റ് രീതിയിലാണ്. ഞാൻ ഇത്രയും നാൾ ബിറ്റ്കോയിൻ മേടിച്ചത്, ഒരിക്കൽ പോലും ഞാൻ ബിറ്റ്കോയിൻ പ്രോഫിറ്റിന് വേണ്ടി സെല് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും ഒരു സാറ്റ്സ് പോലും ഞാൻ ഒരിക്കലും സെല്ല് ചെയ്തിട്ടില്ല. അതായത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി സെല് ചെയ്തിട്ടില്ല. ഞാൻ പലപ്പോഴും നമ്മുടെ എന്താണ് പറയുന്നത്, ഗിഫ്റ്റ് ആയിട്ടും അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തതല്ലാതെ ഒരു പ്രോഫിറ്റിന് വേണ്ടി ബിറ്റ്കോയിൻ പൊങ്ങുമ്പോൾ അതിന് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. കാരണം ഇത് തന്നെ ഹിറ്റ് ചെയ്തൊരു ഡിഫറെന്റ് വേയിലാണ്. ബിറ്റ്കോയിൻ പലരെയും പല രീതിയിൽ ഹിറ്റ് ചെയ്യും. നിങ്ങളിൽ പലരെയും
ബിറ്റ്കോയിൻ മനസ്സിലാക്കിയത് പല രീതിയിലായിരിക്കും, പല സാഹചര്യങ്ങളായിരിക്കും. നമ്മൾ പലരും പല സാഹചര്യങ്ങളിൽ വളരുന്നവരാണ്. പല രീതിയിലാണ് നമ്മൾ ബിറ്റ്കോയിനെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്കെങ്ങനെ ബിറ്റ്കോയിൻ ക്ലിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഓറഞ്ച് പില്ലിംഗ് എന്ന് പറയും. ഓറഞ്ച് പില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്കോയിനെ മനസ്സിലാക്കുക അങ്ങനെയുള്ള കാര്യത്തിന് നമ്മൾ ഓറഞ്ച് പില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ ഇതിനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഷോർട്ടായിട്ട് പറയാം, വളരെ ഷോർട്ടായിട്ട്. ഒരു മണിയുടെ ഹിസ്റ്ററിയിലേക്ക് നമുക്ക് പോവാം, വളരെ ഷോർട്ടായിട്ട്. ഞാൻ ഡീപ്പായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ എടുക്കും ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ഒന്നുമല്ല ഇത്, വളരെ ബോറിംഗ് ആയിരിക്കും. പക്ഷേ യു മസ്റ്റ് നോ ദിസ് തിങ്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കഥകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 10-15 ഇൻട്രസ്റ്റിംഗ് ആണോ അതോ നിങ്ങൾക്ക് ബോറടിക്കുന്നു തോന്നുന്നുണ്ടോ? ഹലോ, if I get a response from you, it encourages. ഓക്കെ, നിങ്ങൾക്ക് വോയിസ് ചെയ്യാൻ ഒക്കുന്നില്ല, അതോ നിങ്ങൾ മെസ്സേജ് മാത്രമാണ് എനിക്ക് പലരിലെയും കാണാൻ ഒക്കുന്നത്? ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടിന്യൂ. ഓക്കെ, താങ്ക് യു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിട്ടിരിക്കുന്നതാണോ, എനിക്കൊരു പേടി, ഒരു സങ്കടം. അതുകൊണ്ടാണ് നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ എനിക്ക് നമുക്ക് ഓക്കെ താങ്ക്സ്. നമുക്ക് മണി എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 10-15 കൊല്ലങ്ങൾക്ക് പിന്നിലോട്ട് നമ്മൾ സഞ്ചരിക്കണം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് കാണുന്ന ഒരു കാര്യങ്ങൾ അന്നില്ല. നിങ്ങൾക്കറിയായിരിക്കും, എവിടെ നോക്കിയാലും കാടുകൾ, അങ്ങനെ തിക്കായിട്ടുള്ള ഫോറസ്റ്റുകൾ. നമ്മൾ അവിടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദിമ മനുഷ്യരെയാണ് നമ്മൾ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുന്നോട്ട് നമ്മൾ ഒരു ടൈം ട്രാവൽ ചെയ്യാന്ന് വിചാരിക്കണം. ഒരു പിന്നോട്ട് നമ്മൾ ടൈം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് അതൊക്കെയാണ്. അവിടെ മനുഷ്യന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ആളുകൾ ജീവിക്കാൻ വേണ്ടി അവർക്ക് ഈ പറയുന്ന പോലെ കൃഷി കാര്യങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല, ജോലിക്ക് പോകേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്ക് ജീവിക്കാൻ നോക്കണം. അവിടെ ജീവൻ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവര് കാട്ടിലേക്ക് പോയിട്ട് ഈ വേട്ട ചെയ്യണം. അതായത് മാനിനെയും ആടിനെയും മാടിനെയും അല്ലെങ്കിൽ പുലിയെയും ഇവരെയൊക്കെ വേട്ടയാടി കൊന്നിട്ട് വേണം അത് ഭക്ഷിച്ചാലേ മാത്രമേ അവർക്ക് ജീവിക്കാൻ ഒക്കൂ. അവർ ഒറ്റ എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നാളെ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട എന്ന് പറയുന്നത്. അവർക്ക് ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അവർക്ക് അത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഹണ്ടിങ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഹണ്ടിങ് ചെയ്ത് അവരുടെ കയ്യിൽ പല പല എക്യുപ്മെന്റ്സുകൾ കാണും. ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ കൂർത്ത ഈ നമ്മുടെ കമ്പുകൾ അതിന്റെ അറ്റം ഇങ്ങനെ കൂർപ്പിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ എറിഞ്ഞ് നമ്മുടെ ഈ മൃഗങ്ങളെ വീഴ്ത്തുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലങ്ങളില്ല. അതായത് മൃഗങ്ങളെ ഹണ്ട് ചെയ്യുക, അതിനെ കൊല്ലുക, അതിനെ ഭക്ഷിക്കുക, എന്നിട്ട് അവിടുന്ന് മൂവ് ഔട്ട് ചെയ്തിട്ട് പുതിയ ലൊക്കേഷനിലേക്ക് പോവുക. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അവർക്ക് ടെക്നോളജി അവർ ഇമ്പ്രൂവ് ചെയ്യാണ്. അതായത് അവരുടെ ടെക്നോളജി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അവിടെ കയ്യിരിക്കുന്ന അവരുടെ ആയുധങ്ങൾ കുറച്ചും കൂടെ ടെക്നിക്കൽ അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നു. അതായത് അമ്പും വില്ലും അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള സ്റ്റോണുകൾ കമ്പിന്റെ അറ്റത്ത് കെട്ടിയിട്ട് അതൊരു ആയുധമാക്കി വെക്കുക. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പണ്ടത്തെ പോലെ ഈസി ആയിട്ട് ഹണ്ട് ചെയ്യാൻ നോക്കും. നേരത്തെ മൃഗങ്ങളുടെ പുറകിൽ കുറെ ഓടി തളർന്ന് ചില സമയങ്ങളിൽ ഈ മൃഗത്തിനെ വേട്ടയാടാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ആളുകൾ ദിവസങ്ങളോളം കാട്ടിനകത്തൂടെ അലഞ്ഞ് ആ ഒരു വിശന്ന് തളർന്നാട്ടിരിക്കുന്നത്. അവരിൽ പലരും ഈ മൃഗങ്ങളുടെ ഇരയാകാറുണ്ട്. അതായത് ഒരു 10 പേര് വീതം കാട്ടിനകത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് ഒരു 5 പേരായിരിക്കും. ബാക്കി 2 പേര് വിശന്ന് തളർന്ന് മരിക്കുന്നുണ്ടാകും. ബാക്കി 2-3 പേര് മൃഗങ്ങൾ കൊണ്ടുവന്നുണ്ടായിരിക്കാം. ബാക്കി 5 പേര് സർവൈവ് ചെയ്യുന്നവർക്കാണ് ആ ഒരു വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് അവർ കൺസ്യൂം ചെയ്യുന്നത്. അവർക്ക് വീണ്ടും ആരോഗ്യം വരുന്നു, വീണ്ടും ഹണ്ടിങ്ങിലേക്ക് പോകുന്നു. അപ്പൊ പയ്യെ കുറെ വർഷങ്ങൾ ഇങ്ങനെ പോയി ഓരോരോ പല ക്ലാനുകളായിട്ടാണ്. അതായത് ഇപ്പോൾ കാട്ടിലോട്ട് പോകുന്ന ഒരു ക്ലാൻ എന്ന് പറയുന്ന ഒരു ക്ലാനിൽ ഒരു 5 തൊട്ട് 10 മെമ്പേഴ്സ് അല്ലെങ്കിൽ 15 മെമ്പേഴ്സ് ഒരു ക്ലാനിൽ കാണും. ഈ ഓരോ പല ഇതായിട്ട് പല ക്ലാനുകളുണ്ട്.
അപ്പോൾ ചില ക്ലാനുകൾ വളരെ പെട്ടെന്ന് അവരുടെ ടെക്നോളജിക്കൽ അല്ലെങ്കിൽ അവരുടെ ആയുധങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഈ ബോ ആൻഡ് ആരോ, അതായത് ഈ പറയുന്ന അമ്പും വില്ലും ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ മൃഗങ്ങളുടെ പുറകെ ഓടേണ്ട, ഒളിച്ചിരുന്ന് അമ്പ് ചെയ്യാം. ഇഷ്ടം പോലെ അവർക്ക് ഫുഡ് കിട്ടാൻ വേണ്ടി തുടങ്ങി. അതായത് അവർക്ക് വേട്ടയാടാൻ വളരെ ഈസി ആയിട്ട് മാനിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൂടുതൽ, നേരത്തേക്ക് ഒരെണ്ണത്തിനെ ഓടിച്ചിട്ട് പിടിച്ച് അതിനെ കൊന്നു തിന്നുമായിരുന്നെങ്കിൽ ഇന്ന് അതിന്റെ സ്ഥാനത്ത് 2, 3 ഒക്കെ അവർക്ക് കിട്ടാൻ തുടങ്ങി. എങ്ങനെ? ടെക്നോളജി ഇൻക്രീസ് ചെയ്തതനുസരിച്ച് അവർക്ക് ഹണ്ടിങ്ങിന്റെ ഈസി ആയിട്ട് അവർക്ക് ഹണ്ട് ചെയ്യാൻ നോക്കുന്നു. അപ്പൊ ടെക്നോളജി ഇൻക്രീസ് ചെയ്യുമ്പോൾ അവർ ഈ കഷ്ടപ്പെട്ട് എനർജി സ്പെൻഡ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടുന്നത് വാല്യൂ ആണ്. നമ്മളിപ്പോ അതിന് ഫുഡ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വാല്യൂ ആണ്. അവർ സ്പെൻഡ് ചെയ്ത് കിട്ടുന്നത് അവരുടെ വാല്യൂ ആണ്. അപ്പൊ ടെക്നോളജി ഇൻക്രീസ് ചെയ്തപ്പോൾ ഇവിടെ എന്ത് പറ്റി? അവരുടെ വാല്യൂ എക്സ്ട്രാ കൂടുതൽ കിട്ടാൻ തുടങ്ങി. അതായത് അവർക്ക് ഇപ്പൊ കൺസ്യൂം ചെയ്യുന്നത് കഴിഞ്ഞിട്ടും എക്സ്ട്രാ അവർക്ക് കാണാൻ വേണ്ടി തുടങ്ങി. അതായത് അവരുടെ ക്ലാനിലുള്ള എല്ലാ മെമ്പേഴ്സിനും ആഹാരം കഴിച്ചു കഴിഞ്ഞ് എക്സ്ട്രാ വരാൻ തുടങ്ങി. അതായത് നാളത്തേക്കും കൂടെ നീക്കുപോക്ക് ഉണ്ടാക്കി തുടങ്ങി. അല്ലെങ്കിൽ നാളെയും കൂടെ അത് കഴിക്കാനുള്ള അത്രയും വാല്യൂ അവർക്ക് തുടങ്ങി. അപ്പൊ അത് സേവ് ചെയ്തിട്ട് അവർക്ക് നാളെയും കൺസ്യൂം ചെയ്യാം. എന്നും വേട്ടയ്ക്ക് ഇറങ്ങേണ്ട കാര്യങ്ങളില്ല. അവർക്ക് വിശക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് 2, 3, 4 അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള എക്സ്ട്രാ വാല്യൂ അവർക്ക് കിട്ടി തുടങ്ങി. അവർ സേവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് പണ്ട് ഓരോ ദിവസവും ഒരു നിശ്ചിതമായിട്ടുള്ള സ്ഥലമില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു താമസ സൗകര്യങ്ങളില്ല ഇവർക്കാർക്കും. ഇവര് ജസ്റ്റ് ഇങ്ങനെ ഹണ്ട് ചെയ്യുക, മൃഗങ്ങളെ കൊല്ലുക, വീണ്ടും അവിടുന്ന് യാത്ര ചെയ്യുക. അങ്ങനെ സ്ഥിരമായിട്ടുള്ള സ്ഥലങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല താമസിക്കാൻ. അപ്പൊ ഇവർക്ക് ഇനി എക്സ്ട്രാ വാല്യൂ അല്ലെങ്കിൽ എക്സ്ട്രാ മീറ്റ് കിട്ടാൻ തുടങ്ങിയപ്പോ അവര് അവിടെ തന്നെ തമ്പടിക്കാൻ തുടങ്ങുന്നു. അല്ലെങ്കിൽ 5 ദിവസത്തെ മീറ്റ് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ തമ്പടിക്കുമ്പോ അവിടെ ഉണ്ടാകുന്ന ഒരു ഷിഫ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പയ്യെ കമ്മ്യൂണിറ്റി വരാൻ തുടങ്ങുന്നു. അതായത് അവർ ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ ചിലപ്പോ ഒരു 2, 3, 4 മാസം അവിടെ ചെലവഴിക്കുന്നു. പല പല കാലാവസ്ഥകൾ വരുന്നു. റെയിൻ സീസൺ വരുന്നു, സമ്മർ വരുന്നു, വിന്റർ വരുന്നു, അങ്ങനെ പല പല കാലങ്ങൾ വരുന്നു. അപ്പൊ ഇവിടെ എന്ത് ഒരു വല്ലാത്തൊരു ഷിഫ്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഷിഫ്റ്റ് സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചില ആളുകള് കൃഷിയിൽ താല്പര്യമുള്ള ആളുകൾ കൃഷി ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. വേട്ടയ്ക്ക് തന്നെ പോകുന്നു. അതിന് സ്കില്ലുള്ളൊരു വേട്ടയ്ക്ക് പോകുന്നു. മീൻ പിടിക്കാൻ കഴിവുള്ളവർ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ പല പല മേഖലകളിലേക്ക് അവർക്ക് കഴിവനുസരിച്ച് പോകുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്നു. ആ സ്ഥലം കൃഷി ചെയ്യാൻ നല്ലതാണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ നല്ല ഒരു ഏരിയ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പയ്യെ പയ്യെ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു അവിടെ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു ജാഗർ. ഓക്കെ, അങ്ങനെ പയ്യെ പയ്യെ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്തു. അങ്ങനെ പല പല ആളുകളായിട്ട് മാറി. കൃഷി ചെയ്യുന്നവരുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ഈ തടിപ്പണിക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ 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 പല പല സെക്ടേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ അവർ പല പല സെക്ടേഴ്സിലോട്ട് പോകുമ്പോൾ അവിടെ വീണ്ടും ഒരു മേജർ ഷിഫ്റ്റ് അവിടെ സംഭവിക്കുന്നുണ്ട്. മേജർ ഷിഫ്റ്റ് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നും ഹണ്ട് ചെയ്യാൻ പോകുന്നവർക്ക് ഈ ഒരു മീറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പറയും, ഓക്കെ, എനിക്കിന്ന് എന്തെങ്കിലും ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കിന്ന് ഫിഷ് കിട്ടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ എനിക്കിന്ന് ഒരു നല്ല തുകലുണ്ടോ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചെരുപ്പ് വേണം. കാരണം ഇതെല്ലാം പല പല സെഗ്മെന്റ് ആയിട്ട് പല പല ആളുകൾ അതിനകത്ത് എന്താണ് പറയുന്നത്, അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാർട്ടർ സിസ്റ്റം അവിടെ ഉണ്ടാകുന്നു. ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ബാർട്ടർ സിസ്റ്റം അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ ഈ വേട്ടയ്ക്ക് പോകുന്ന വ്യക്തിക്ക് ഫിഷ് വേണമെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ ചെന്നിട്ട് അത് കൈമാറ്റം ചെയ്യണം. ഇവിടെ രസകരമായിട്ട് ഒരു കാര്യം ഞാൻ ഒരു ഐഡിയ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി പോവാണ്. ഈ ബാർട്ടർ സിസ്റ്റത്തിന്റെ ഇഷ്യൂസ് എവിടെയാണ് വന്നു തുടങ്ങുന്നത് എന്നുള്ള കാര്യം.
ഇപ്പൊ 10,000 വർഷത്തിന് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറയുന്നത്, അത് കുറേ വർഷങ്ങൾ, ഒരു ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞെന്നുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല പെട്ടെന്ന് തന്നെ അടുത്ത നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ 10 കൊല്ലത്തിന് ശേഷം ഈ ഷിഫ്റ്റുകൾ നടക്കുന്നതായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ആദ്യമേ ഇതുപോലുള്ള വേട്ടയാടുന്നു, അങ്ങനെയുള്ള ആദിമ മനുഷ്യൻ, പിന്നെ ബാർട്ടർ സിസ്റ്റം തുടങ്ങുന്നു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ബാർട്ടർ സിസ്റ്റത്തിനകത്തൊരു ഒരു കോമഡി ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് പറയുമ്പോൾ ഞാൻ കൂടുതൽ മനസ്സിലാവും. ഒരു തുകല് കൊണ്ട് ചെരുപ്പുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഫർണിച്ചർ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരു 1 കിലോ ഗോതമ്പ് വേണം. ഓക്കെ, അപ്പൊ ഈ ഫാർമറിന്റെ അടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇതൊക്കെ ഫാമിംഗ് ചെയ്യുന്ന ആളുടെ അടുത്ത് എന്നിട്ട് പറയും, ഓക്കെ എനിക്ക് 1 കിലോ ഗോതമ്പ് വേണം, എനിക്ക് അതിന് പകരം ഞാൻ നിങ്ങൾക്ക് പിന്നെ ഒരു ഫർണിച്ചർ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ ഒരു തൊകലിന്റെ ചെരുപ്പ് എന്ന് വിചാരിക്കുക. അപ്പം ഈ ഓറഞ്ച് കൊടുക്കുന്ന ആൾക്ക് ഒരു തൊകല് ചെരുപ്പും വേണം, ഈ പുള്ളിക്ക് കുറച്ച് ഓറഞ്ചും വേണം. അല്ലെങ്കിൽ ഈ ഓറഞ്ച് അല്ല ഞാൻ പറഞ്ഞത്, ഈ പറയുന്ന എന്താ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ വാട്ടവർ ഇറ്റ് ഈസ്. അപ്പൊ ഈ ഗോതമ്പ് പൊടി മേടിച്ചുകൊണ്ട് ഇദ്ദേഹം വീട്ടിൽ പോകുന്നു, തൊകല് ചെരുപ്പ് കൊടുക്കുന്നു. ഈ ഫാർമർ ഈ തൊകല് ചെരുപ്പ് മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും അയൽക്കാരാന്ന് വിചാരിക്കുക. ഒരു 2-3-4 ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ ഈ തൊകലുണ്ടാക്കുന്ന വ്യക്തിയാണല്ലോ മറ്റേ ഈ ഫാർമറിന്റെ കയ്യിൽ നിന്ന് 1 കിലോ അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മേടിച്ചിട്ട് വന്നേ. അപ്പൊ അദ്ദേഹം അത് കൺസ്യൂം ചെയ്ത് തീർത്തു. 2-3-4 ദിവസം കൊണ്ട് കൺസ്യൂം ചെയ്ത് തീർത്തു. അങ്ങനെ തീർക്കുമ്പോഴാണ് അദ്ദേഹം ഫാർമർ അയൽക്കാരനാണ്. അപ്പൊ ഈ കൺസ്യൂം ചെയ്ത് തീർത്ത് കഴിഞ്ഞ് അദ്ദേഹം തന്റെ കൂട്ടുകാരനാണ്. അയൽക്കാരനോട് നോക്കുമ്പോൾ അവൻ പുള്ളി കൊടുത്ത തൊകൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നു. അതായത് പുള്ളി ഈ തൊകൽ ചെരുപ്പ് കൊടുക്കുന്നു, അതിന് മറുപടി അതിന്റെ ബാക്കിയായിട്ടാണ് പുള്ളിക്ക് ഗോതമ്പ് പൊടി കിട്ടുന്നത്. അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്നു, വാല്യൂ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ വാല്യൂ ഡിഫറെന്റ് ആണ്. ഒരു വ്യക്തി ഒരു വേഗം അത് കൺസ്യൂം ചെയ്ത് തീർക്കുന്നു, മറ്റൊരു വ്യക്തി ആ ഒരു വാല്യൂ കൊടുത്തത് ഈ കൺസ്യൂം ചെയ്ത് തീർത്തതിനേക്കാളും ചിലപ്പം ഈ തുകയിൽ നിന്നുള്ള ചെരുപ്പ് പുള്ളിക്ക് 1 കൊല്ലം 2-3 കൊല്ലം ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ പുള്ളി നോക്കുമ്പോ പുള്ളി തന്ന മൈദ അല്ലെങ്കിൽ ആ ഗോതമ്പ് പൊടി വേഗം തീർന്നു, 2-3 ദിവസം കൊണ്ട് തീർന്നു. പുള്ളിയാണെങ്കിൽ കൊടുത്ത ആ ചെരുപ്പ് കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഇടുന്നു. അപ്പൊ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരികയാണ്. കാരണം വാല്യൂ തമ്മിൽ ചേഞ്ച് ചെയ്യുന്നത് ഈക്വൽ അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഇതെല്ലാം ഒന്ന് ഇമാജിനേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ബാർട്ടർ സിസ്റ്റത്തിനകത്തൊരു വിഷയങ്ങൾ അങ്ങനെ വന്നു തുടങ്ങുന്നു. അപ്പൊ ആ സമയത്ത് അവരെല്ലാരും ഒരുമിച്ച് വിളിച്ചു ചേർത്തിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെ? ഞാന് ചെരുപ്പ് കൊടുത്തിട്ട് ഗോതമ്പ് വാങ്ങിച്ചു, 3-4 ദിവസം കൊണ്ട് എന്റെ ഗോതമ്പ് തീർന്നു പോയി, പക്ഷെ എന്നിട്ട് അവൻ അവന്റെ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്നു. ഈ തൊകല് ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കാട്ടിൽ പോയി മാനിനെയോ അല്ലെങ്കിൽ പോത്തിനെയോ ഒക്കെ കൊന്നു, അതിന്റെ തോല് കൊണ്ടുവന്ന് അതിനെ ഉണക്കി, ഞാൻ മഴയുള്ള സമയത്ത് എനിക്ക് ചെയ്യാനൊക്കത്തില്ല, ഞാൻ സമ്മർ വെയിൽ കൊണ്ട് ഇതെല്ലാം എന്റെ എനർജിയും ടൈമും ഒക്കെ കളഞ്ഞ് ഉണ്ടാക്കിയ ഈ തൊകല് ചെരുപ്പാണ്. ഞാൻ അവനത് കൊടുത്തു, അവനത് 2-3 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഫാർമറും തന്റെ ടൈമും എനർജിയൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഗോതമ്പ് വിളയിക്കുന്നതും അത് ഗോതമ്പ് ആക്കി എടുക്കുന്നതും അവനും അവന്റെ ടൈമും എനർജിയൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഈക്വൽ അല്ല എന്തായാലും. അപ്പം ഈ ഗോതമ്പ് കൺസ്യൂം ചെയ്ത് തീർത്തു, പക്ഷേ തൊകലിന്റെ ചെരുപ്പ് ഇപ്പോഴും ബാക്കിയാണ്. അപ്പൊ ഈ ഒരു തർക്കം അവിടെ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നു. അപ്പം അവരെല്ലാം കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും, ഓക്കെ ഇതിനെന്താണ് മാർഗം? ഈ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും ഈക്വൽ അല്ല, ഒരിക്കലും ഫെയർ അല്ല. ഇത് നമുക്കൊരു ഒരു ഉത്തരം വേണം. ഇതെന്താണ്? ഇതിന് നമുക്കൊരു പരിഹാരം എന്താണെന്ന് ആലോചിക്കുമ്പോൾ കിട്ടിയൊരു ഉത്തരവാകാം, നമുക്ക് ഒരു മണിയുടെ ഒരു കോൺസെപ്റ്റ് വേണം. ഇവിടാണ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് കേട്ടോ. ലോകം ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ കഥകളിലൂടെ പറഞ്ഞെങ്കിൽ പോലും ഇതിന് പുറകെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ലോകത്ത് പല 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 ഭാഗങ്ങളിലായിട്ട് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയങ്ങളിൽ. അപ്പൊ അവര് ഉണ്ടാകാം ഒരു എല്ലാരും അംഗീകരിക്കുന്ന ഒരു വസ്തു, ഒരു വാല്യൂ, എല്ലാവർക്കും വാല്യൂ അംഗീകരിക്കുന്ന വാല്യൂ ആണെന്ന് ഉൾക്കൊള്ളുന്ന ഒരു സാധനം നമുക്ക് വേണം. അത് ഈ വാല്യൂവിന് പകരം എക്സ്ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? ഇവിടം വരെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാലും മതി, നിങ്ങൾക്ക് അങ്ങനെ വോയിസ് ചെയ്യണമെന്നില്ല.
ഇതുവരെ പറഞ്ഞ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായോ? ക്ലിയർ ഓക്കെ ഓക്കെ. അന്നേരം ഇവര് കൂടിയെടുത്ത ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരുത്തൻ എന്ന് പറഞ്ഞായിരിക്കും ഓക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിൽ വാല്യൂ ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ഇതിനെ എക്സ്ചേഞ്ച് ചെയ്യണം. നമുക്ക് ബാറ്റർ സിസ്റ്റം അതൊരു ഈക്വൽ ആയിട്ടുള്ള എക്സ്ചേഞ്ച് ആണെന്ന് തോന്നുന്നില്ല. അങ്ങനെ സങ്കല്പിക്കുമ്പോൾ നിങ്ങൾ എന്ന് സങ്കല്പിച്ചാൽ മതി. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഉദാഹരണം ഉപ്പ്, നമ്മുടെ സോൾട്ട്, ഉപ്പ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണെന്ന് വിചാരിക്കുക. അവിടെ ഉപ്പ് കിട്ടാൻ വളരെ പ്രയാസമാണ്, വളരെ റെയർ ആണ് ഉപ്പ് പ്രൊഡ്യൂസ് ചെയ്യുക. എല്ലാവർക്കും ഉപ്പ് വേണമല്ലോ. ഇപ്പൊ ഞാനീ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ നമ്മൾ ഇന്ന് കണ്ടേക്കുന്ന എല്ലാ കമ്മോഡിറ്റീസും ഉപ്പായാലും ഗോതമ്പാണെങ്കിലും ആട്, മാട്, ഈവൻ കല്ല്, ബീഡ്സ്, അഗ്രി ബീഡ്സ്, നമ്മൾ കാണുന്ന എല്ലാം പിൻകാലങ്ങളിൽ കുറെ വർഷങ്ങൾക്ക് മുന്നേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ മണിയായിരുന്നു. ഓരോ കമ്മ്യൂണിറ്റിയുടെയും മണിയായിട്ട് കാണപ്പെട്ട കാര്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ ഈ പറയുന്ന ഈ പശു ആയാലും പോത്താണെങ്കിലും എരുമയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സോൾട്ട്, എല്ലാം നിങ്ങൾ ഇന്ന് കാണുന്ന എല്ലാ കമ്മോഡിറ്റീസും, ഈവൻ കല്ല് വരെ, അല്ലെങ്കിൽ നമ്മുടെ പല നിറത്തിലുള്ള കക്ക, അങ്ങനെയുള്ള എല്ലാം മണിയായിട്ട് മനുഷ്യൻ കണ്ടിട്ടുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ട് ആ മണിയുടെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ട് അത് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം ഇവൻ പറയുവാണ് നമുക്ക് സോൾട്ട് ഇവിടുത്തെ കോമൺ മണിയായിട്ട് സങ്കല്പിക്കാം, നമുക്ക് സോൾട്ട് എക്സ്ചേഞ്ച് ചെയ്യാം വാല്യൂവിന് വേണ്ടി. അങ്ങനെ സോൾട്ട് അപ്പൊ അവര് അല്ലെങ്കിൽ നോക്കാം, അവർക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നുണ്ട്. കാരണം സോൾട്ട് വളരെ കിട്ടാൻ വളരെ റെയർ ആയിട്ടുള്ള സാധനമാണ്, അതിന് വാല്യൂ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ തുകല് ചെരുപ്പ് കൊടുക്കുന്നതിന് പകരം അവൻ എനിക്ക് ഉപ്പ് തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെയധികം സന്തോഷം. അപ്പൊ അവരെല്ലാരും കൂടെ ഒരു എഗ്രിമെന്റിൽ എത്തുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാല്യൂ ആണ് ഇത്. അല്ലാതെ ആരും അതിനെ അടിച്ചേൽപ്പിക്കുന്നില്ല, ഇതാണ് മണി, നീ ഇന്ന് മുതൽ ഇത് യൂസ് ചെയ്യണം എന്ന് പറയുന്നില്ല. ആ ഒരു കമ്മ്യൂണിറ്റി പയ്യെ ഫൈൻഡ് ചെയ്ത് വരുന്ന ഒരു ഇതാണ് മണി എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഗവൺമെന്റും നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതല്ല മണി. മനുഷ്യൻ, നമ്മൾ സാധാരണ ജനങ്ങൾ വാല്യൂ കണ്ടെത്തുന്നതാണ്, അതാണ് റിയൽ മണി. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ ഈ സോൾട്ട് അവിടുത്തെ മണിയായിട്ട് മാറുന്നു. എന്തെങ്കിലും മീറ്റ് മേടിക്കുന്നുണ്ടെങ്കിൽ ഇത്ര അതിനനുസരിച്ചുള്ള സോൾട്ട് കൊടുക്കുന്നു. അതായത് സോൾട്ടിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിലി ഡിവിസിബിൾ ആണ്, നമുക്ക് പല അനുസരിച്ച് ഇത് ചെയ്യാം. ക്യാരി ചെയ്യാനും ഓക്കെ, ഹെവി ആയിട്ട് ക്യാരി ചെയ്യാനും ഒക്കത്തില്ല. പക്ഷെ ഇതിന്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല കാലാവസ്ഥകൾ, ഇപ്പൊ മഴയുള്ള സമയങ്ങളിൽ ഉപ്പ് ഒലിച്ചു പോകാം, അല്ലെങ്കിൽ അത് അലിഞ്ഞു പോകാം. അങ്ങനെ വിഷയം ഈ ഒരു പൈസക്കുണ്ട്. അപ്പൊ ഓരോ കാലഘട്ടങ്ങളിലും ആളുകൾ ഓരോരോ പൈസ എടുക്കുമ്പോൾ അതിന് പല പല പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പം മാട് ഒരു സമയത്ത് പൈസ ആയിരുന്നുണ്ടെങ്കിൽ വി കനോട്ട് ഡിവൈഡ് ഇറ്റ്. മാടിനെയും വാല്യൂ അനുസരിച്ച് കൈയും കാലും ഒക്കെ മുറിച്ചു കൊടുക്കാനോ പോയില്ല. അല്ലെങ്കിൽ അതിനെ വേറൊരു സ്ഥലത്തോട്ട് പൈസയായിട്ട് കൊണ്ടുപോകാനൊക്കെ, ട്രാൻസ്ഫർ ചെയ്യാനൊക്കത്തില്ല. പല പല കാര്യങ്ങൾ, ഇഷ്യൂസ് മനുഷ്യൻ വരുന്നുണ്ട്. പല പല കാര്യങ്ങൾ മണിയാക്കുമ്പോൾ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. ചിലത് ഡിവിസിബിൾ ചെയ്യാനൊക്കുന്നില്ല, ചിലത് 5 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലം അവരുടെ വാല്യൂ അവർക്ക് കീപ്പ് ചെയ്യാനൊക്കുന്നുള്ളൂ. ഡ്യൂറബിലിറ്റി ഇല്ല, ഡിവിസിബിലിറ്റി ഇല്ല. ചിലത് ഇപ്പൊ ഉദാഹരണത്തിന് സോൾട്ട് തന്നെ എടുക്കാം. സോൾട്ട് മണിയായിട്ട് സങ്കല്പിക്കുമ്പോൾ ഒരു വ്യക്തി കൂടുതൽ സോൾട്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ സോൾട്ട് ആ കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ ആ സോൾട്ടിന്റെ വാല്യൂ നഷ്ടപ്പെടും. കാരണം എന്തുകൊണ്ടാണ്? സോൾട്ടിന് വാല്യൂ ഉള്ളത് എന്തുകൊണ്ടാണ്? അത് റെയർ ആണ്, കിട്ടാൻ പാടാണ്. അത് ഒത്തിരി കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ടു, ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ എക്കോണമി കൊളാപ്സ് ആകുന്നു. കൊളാപ്സ് ആയി കഴിഞ്ഞിട്ട് ഈ ജനങ്ങള് എത്രയും വേഗം പുതിയൊരു മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഒരു പുതിയൊരു മണി, അതായത് ഉപ്പിനെക്കാളും കൂടുതൽ വാല്യൂ ഉള്ള റെയർ ആയിട്ടുള്ള മണിയിലേക്ക് മനുഷ്യൻ സാധാരണ രീതിയിൽ പയ്യെ പോകാറുണ്ട്. പയ്യെ പുതിയ മണി കണ്ടെത്താറുണ്ട്. ആ ഒരു മണി കൊളാപ്സ് ചെയ്യുന്നതിന് മുന്നേ പയ്യെ വേറൊരു കാര്യത്തിന് അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഒരെണ്ണത്തിനെ മണിയായിട്ട് കണ്ട് അതിലേക്ക് പയ്യെ മൂവ് ഔട്ട് ചെയ്യാറുണ്ട്. ലാസ്റ്റ് 10,000 അല്ലെങ്കിൽ 15,000 ഇയേഴ്സ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്നും അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല പല കാലഘട്ടങ്ങളിലൂടെ മനുഷ്യൻ ഇങ്ങനെ പല പല മണി വരുന്നു, അത് യൂസ് ചെയ്യുന്നു, ഫെയിൽ ആകുന്നു, യൂസ് ചെയ്യുന്നു, ഫെയിൽ ആകുന്നു, യൂസ് ചെയ്യുന്നു, ഫെയിൽ ആകുന്നു. അങ്ങനെ മനുഷ്യൻ പിന്നീട് വരുന്നതാണ് സിൽവറിലേക്ക് എത്തുന്നു. സിൽവറിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി റെയർ, ഇറ്റ്സ് നോട്ട് ഈസി ടു മേക്ക്.
നമുക്ക് ഇന്ന് പൈസ പ്രിന്റ് ചെയ്യുന്ന പോലെ അന്ന് സിൽവർ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. വെരി റെയർ ആയിട്ടുള്ള മെറ്റലാണ്. ഡിവിസിബിൾ ചെയ്യാം. സിൽവർ കോയിൻസ് ഉണ്ട്. അങ്ങനെ പയ്യെ മനുഷ്യൻ സിൽവർ ഒരു നല്ല മണിയായിട്ട് കണ്ടെത്തുന്നു. സിൽവറിൽ കൂടുതൽ കാര്യങ്ങൾ ട്രേഡ് ചെയ്യുന്നു. സിൽവർ മണിയായിട്ട് മാറുന്നു. അത് ജനങ്ങളിൽ ആരും ഫോഴ്സ് ചെയ്യുന്നതല്ല. സിൽവർ ഒക്കെ നാച്ചുറലി ഇവോൾവ് ചെയ്ത് വന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നു. കാരണം സിൽവർ എന്ന് പറഞ്ഞാൽ സ്വർണം വരുന്നതിന് മുന്നേ സിൽവർ ആയിരുന്നു ഏറ്റവും ശക്തമായിട്ടുള്ള ഹാർഡായിട്ടുള്ള മണി. അങ്ങനെ സിൽവറിന്റെ യുഗങ്ങൾ വരുമ്പോ, വർഷങ്ങൾ വരുമ്പോ ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള 2 രാജ്യങ്ങളുണ്ട്. ആ 2 രാജ്യങ്ങള് ഞാൻ വളരെ വേഗം ആ ഒരു 10,000 കൊല്ലത്തിൽ നിന്ന് വളരെ വേഗം നമ്മൾ മുന്നോട്ട് വന്നു. ഇതിനെ കുറിച്ചൊക്കെ ഓരോ കോയിൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ കഥകളുണ്ട്. ഞാൻ വളരെ സഡൻ ആയിട്ട് വന്നതാണ്. നമ്മളിപ്പോ വന്നു നിൽക്കുന്നത് സിൽവർ ഏജിലാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 രാജ്യങ്ങളുണ്ടായിരുന്നു ആ സമയത്ത്. ഒന്ന് ചൈന, ഒന്ന് ഇന്ത്യ. ഇവരായിരുന്നു ലോകത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രാജ്യങ്ങൾ. ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യങ്ങൾ ഇന്ത്യ, ചൈനയായിരുന്നു. കാരണം ഇന്ത്യയുടെയും ചൈനയുടെയും കയ്യിലായിരുന്നു ഏറ്റവും കൂടുതൽ സിൽവർ ഉള്ളത്. അങ്ങനെ പയ്യെ പയ്യെ ഈ സിൽവറിന്റെ ഈ ഒരു ഹാർഡ്നെസ് കുറയാൻ വേണ്ടി തുടങ്ങി. അതായത് പയ്യെ പയ്യെ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് ഗോൾഡ് വരാൻ തുടങ്ങി. ഗോൾഡ് എന്ന് പറയുന്നത് സിൽവറിനെക്കാളും ഹാർഡാണ്. ഇപ്പോ 1 ഔൺസ് ഗോൾഡ് കുഴിച്ചെടുക്കുമ്പോൾ ഒരു 15 ഔൺസ് സിൽവർ കിട്ടും. അപ്പൊ പയ്യെ പയ്യെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ലോകം വരാൻ വേണ്ടി തുടങ്ങി. ഗോൾഡ് കൂടുതൽ റെയർ ആണ് സിൽവറിനെക്കാട്ടിലും. പക്ഷേ സിൽവർ ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങൾ, അതിശക്തമായിട്ടുള്ള രാജ്യങ്ങൾ ഗോൾഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ പ്രയാസം കാണിക്കുന്നു. അതായത് ഇന്ത്യയും ചൈനയും, എല്ലാ രാജ്യങ്ങളും. പക്ഷെ ഇന്ത്യയും ചൈനയാണ് ഏറ്റവും കൂടുതൽ വിമുക്തത കാണിച്ചേക്കുന്നത്. അതായത് ഗോൾഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഗോൾഡിന്റെ സ്റ്റാൻഡേർഡ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. One minute. Yes. Wait a minute. ഓക്കെ, സോറി. അങ്ങനെ ഓക്കെ, നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തി. ഓക്കെ, ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ ഇന്ത്യയും ചൈനയും അതിശക്തമായിട്ട് അതിനെ എതിർക്കുന്നു. കാരണം അവരാണ് അതിന്റെ ടോപ്പിൽ നിൽക്കുന്നത്. അവർക്ക് ഗോൾഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ അവർക്ക് ഒക്കുന്നില്ല. അവർക്കതിനെ അംഗീകരിക്കാൻ ഒക്കുന്നില്ല. അങ്ങനെ പല പല പയ്യെ ലോക രാജ്യങ്ങൾ, യൂറോപ്പ് അങ്ങനെയുള്ള രാജ്യങ്ങൾ, യൂറോപ്പും അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ പയ്യെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് പയ്യെ പയ്യെ മൂവ് ഔട്ട് ചെയ്യുന്നു. കാരണം നേരത്തെ സിൽവർ കൊണ്ടാണ് ട്രേഡ് എല്ലാം ചെയ്തിരുന്നെങ്കിൽ പയ്യെ പയ്യെ ഗോൾഡ് കൊണ്ട് ആളുകൾ, കാരണം ഗോൾഡ് വാല്യൂ കൂടുതൽ കൊടുക്കുന്ന ഗോൾഡിലേക്കാണ്. കാരണം 1 ഔൺസ് ഗോൾഡ് മൈനിങ് ചെയ്യുമ്പോൾ 15 ഔൺസ് അല്ലെങ്കിൽ 16 ഔൺസ് അല്ലെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ 1:15 അല്ലെങ്കിൽ 1:16 രീതിയിൽ സിൽവർ ഉണ്ട്. അതായത് 1 കിലോ ഗോൾഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 16 കിലോ സിൽവർ കിട്ടും. അങ്ങനെ ഗോൾഡ് മൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് മാർക്കറ്റിന്റെ വെളിയിലോട്ട് സിൽവർ ഒത്തിരി കുന്നുകൂടാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ വരുമ്പോൾ സംഭവിച്ച കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൽവർ മാർക്കറ്റിൽ ഇഷ്ടം പോലെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ സിൽവർ സ്റ്റാൻഡേർഡിൽ ജീവിച്ചിരുന്ന രാജ്യങ്ങളുടെ വാല്യൂ താഴാൻ വേണ്ടി തുടങ്ങി. അല്ലെങ്കിൽ ആ രാജ്യങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യൻ സിൽവറിൽ അവരുടെ വാല്യൂ സൂക്ഷിച്ചിരുന്നത് ഡിബേസ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ഇല്ലാതായി പോയി. അത് ഇന്ന് നമ്മൾ ഫിയറ്റ് കറൻസി പ്രിന്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ഹെവി ആയിട്ട് സിൽവറിൽ സ്റ്റാൻഡേർഡിൽ നിന്ന രാജ്യങ്ങൾ പയ്യെ പയ്യെ താഴോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. അവരുടെ സ്വത്തുകൾ, അവരുടെ വാല്യൂസ് എല്ലാം താഴോട്ട് പയ്യെ കുറയാൻ തുടങ്ങി. സിൽവറിനെ വിട്ടിട്ട് ഗോൾഡ് സ്റ്റാൻഡേർഡിലോട്ട് കയറിയേക്കുന്ന രാജ്യങ്ങൾ അത് ശക്തമായിട്ട് കുതിക്കാനും തുടങ്ങി. അത് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ലോകം പോകുമ്പോൾ ഏറ്റവും താഴ്ചയിലേക്ക് പോയ 2 രാജ്യങ്ങളും ചൈനയും ഇന്ത്യയുമാണ്. ഏറ്റവും അടിത്തട്ടിലേക്ക് പോയേക്കുന്ന, റിയൽ ബോട്ടം അല്ല എന്നാലും ഏറ്റവും അടിത്തട്ടിലേക്ക് പോയേക്കുന്ന 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയുമാണ്. അവരുടെ അന്നത്തെ പ്രശ്നം, അന്ന് അവർ അനുഭവിച്ച കാര്യങ്ങൾ അവർക്ക് ഇന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുന്നത് ഇന്ത്യയും ചൈനയുമാണ്. കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ അവർക്ക് പറ്റിയ അബദ്ധം ഇന്ന് ആവർത്തിക്കരുതെന്ന് കാരണം കൊണ്ട് അവര് ഇന്ന്
ഗോൾഡ് അക്യുമുലേഷൻ ചെയ്യുന്നു. പക്ഷെ അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡിന്റെ ഇട പയ്യെ നിന്ന് തുടങ്ങുന്നു. പയ്യെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നത് ബിറ്റ്കോയിനിലേക്കാണ്. നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. അങ്ങനെ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ലോകരാജ്യങ്ങൾ പോകുന്നു. ഓക്കെ, ഏകദേശം 1800-കളിൽ ഉദാഹരണം എനിക്ക് തോന്നുന്നു US-ലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യമേ ഗോൾഡ് പെഗ് ചെയ്യുക ഞാൻ പറഞ്ഞത് അവിടെയുള്ള ഡോളറുമായിട്ട് ഗോൾഡിനെ പെഗ് ചെയ്യുക. അതായത് അന്നത്തെ ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് $20 പെർ ഔൺസ്. ഒരു ഔൺസിന് $20. അപ്പോ $20 നിങ്ങളുടെ കയ്യിൽ $20 ഉണ്ടെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്. അതായത് $20 തുല്യമായിട്ടുള്ള ഗോൾഡ് ആ രാജ്യത്തുണ്ടായിരിക്കണം എന്നാണ് അതിനർത്ഥം. പെഗ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അതാണ്. 1834 ആ കാലഘട്ടങ്ങളിലാണ് US ഡോളറുമായിട്ട് ഈ ഗോൾഡ് പെഗ്. അന്നെല്ലാം 1800 കാലഘട്ടങ്ങളിൽ ലോകത്ത് മുഴുവൻ വ്യാപാരം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡിലാണ്. എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിലും വിൽക്കണമെങ്കിലും സർവീസസും കാര്യങ്ങളും ഇന്ന് ഫിയറ്റ് കറൻസിയുടെ കൂട്ട് അന്ന് ഗോൾഡാണ് അതെല്ലാത്തിനും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പേപ്പർ മണിയിലേക്ക് വരുന്നത്. പേപ്പർ മണിയിലേക്ക് വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ടു ട്രാൻസ്ഫർ. അതായത് ഇപ്പൊ ഗോൾഡ് ഇഷ്ടംപോലെ ഗോൾഡ് ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല, അത് റിസ്ക് ആണ്, ഹൈലി ഡിവിസിബിൾ ചെയ്യാൻ ഒക്കത്തില്ല, ഹെവി ആണ് ഈ മെറ്റൽ. അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞു ലോകം കണ്ടേക്കുന്ന വെച്ചാൽ നിയർ പെർഫെക്റ്റ് ആയിട്ടുള്ള മണി ഗോൾഡ് ആണ്. പക്ഷെ ഗോൾഡിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അത് ഫിസിക്കലാണ്, ട്രാൻസ്ഫർ ചെയ്യാൻ ഒക്കത്തില്ല. ഇപ്പൊ എന്റെ ഗോൾഡ് ഉണ്ടെങ്കിൽ ഒരു ആഫ്രിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക് എനിക്ക് ഗോൾഡ് കൊടുക്കാൻ ഒക്കത്തില്ല. ഫിസിക്കലി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് എ ഗുഡ് മണി, പക്ഷെ ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ ഗോൾഡിനുണ്ട്. അങ്ങനെ ഈ ഗോൾഡ് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഒരു പേപ്പർ പൈസ പ്രിന്റ് ചെയ്തിട്ട് ഈ ഗോൾഡുമായിട്ട് പെഗ് ചെയ്യുന്നത് ലോകത്ത് ആദ്യമായിട്ട്. ഈ പെഗിങ് ഞാൻ നേരത്തെ പറഞ്ഞു, അന്ന് ഈ ഗോൾഡിന് $20 ആക്കി അവര് കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നത്. അത് $20 ഉള്ളൂ ഒരു ഔൺസ് ഗോൾഡിന് $20. അപ്പം എന്തുമാത്രം ഗോൾഡ് ഒരു രാജ്യത്തുണ്ടോ അത്രയും മാത്രം പൈസയെ പ്രിന്റ് ചെയ്യാൻ ഒക്കൂ. അപ്പം ആ അച്ചടിച്ച പ്രിന്റ് ചെയ്ത പൈസയിൽ ഒരു $20 നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ $20 തുല്യമായിട്ടുള്ള ഗോൾഡ് ആ രാജ്യത്തുണ്ട്. ലോകത്തെല്ലാം അങ്ങനെ ആ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1933 US കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം 1933 US പെട്ടെന്നൊരു തീരുമാനം വരുന്നു. US-ലുള്ള എല്ലാ ജനങ്ങളും, എല്ലാ ആളുകളും ഗോൾഡ് സറണ്ടർ ചെയ്യണം. അതായത് അവര് പറയുന്നത് ഗോൾഡ് രാജ്യത്തിന്റെയാണ്, എല്ലാ ആളുകളും ഇത്രാം തീയതിക്കുള്ളിൽ ഗോൾഡ് സറണ്ടർ ചെയ്യണം. സറണ്ടർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ പെനാൽറ്റി അടയ്ക്കണം, പ്ലസ് നിങ്ങൾ ചിലപ്പോൾ ജയിലിലും താമസിക്കേണ്ടി വരും. അത് അങ്ങനെ ഒരു നിയമം വരുന്നു. അവര് ഗോൾഡ് എല്ലാം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഗവൺമെന്റിലേക്ക് അത് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1934 പെട്ടെന്ന് അവരൊരു നിയമം കൊണ്ടുവരുവാണ്. പെട്ടെന്ന് ഒരു ഗോൾഡിന്റെ പ്രൈസ് $20 നിന്ന് $30 ചേഞ്ച് ചെയ്യുന്നു. പെട്ടെന്ന് അതിന്റെ വാല്യൂ അവരുടെ കയ്യിൽ നിന്ന് കൂട്ടിയിട്ട് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഗോൾഡിന് തുല്യമായിട്ടുള്ള പൈസ അവർക്ക് അതിനനുസരിച്ചുള്ള നോട്ട് അവർക്ക് പ്രിന്റ് ചെയ്യാം. കാരണം അവർക്ക് കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യണം, കൂടുതൽ നോട്ടുകൾ പ്രിന്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ഗോൾഡ് ഇല്ല. അതിന് ആദ്യം ചെയ്തത് അവരുടെ സിറ്റിസണിൽ നിന്ന് തന്നെ അതെല്ലാം ക്യാപ്ചർ ചെയ്ത് റിയൽ മണി ക്യാപ്ചർ ചെയ്തിട്ട് അവർക്ക് അതിന് പേപ്പർ നോട്ടുകൾ കൊടുക്കുന്നു. അപ്പൊ ഈ $20 ഫിക്സ്ഡ് ആയിട്ടുള്ള $20 നിന്ന് $30 എത്തുമ്പോൾ അവർക്ക് കൂടുതൽ പൈസ പ്രിന്റ് ചെയ്യാം. ഡിവാല്യൂ അവിടെയും ചെയ്യുന്നുണ്ട് അവരുടെ നോട്ട്. എന്നിട്ട് ആ ഒരു പൈസയാണ് ആളുകൾക്ക് കൊടുക്കുന്നത്. അവിടെ മുതൽ ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ തുടങ്ങുന്നു. മനുഷ്യൻ പുതിയൊരു സിസ്റ്റത്തിലേക്ക്, ഉഡായിപ്പ് സിസ്റ്റത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന കാലഘട്ടങ്ങളാണ്. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ വരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും, ഈ ജർമ്മനി,
ഫ്രാൻസ് അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക്, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കല്ല, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങൾക്ക് US ആയുധങ്ങൾ കൈമാറുന്നു പൈസ എന്ന് പറയുന്നത് ഗോൾഡ് ആണ് മേടിക്കുന്നത്. ജർമ്മനിയും ഫ്രാൻസ് ഇവരെല്ലാം ആയുധങ്ങൾ വേണം. ആയുധങ്ങൾക്ക് വേണ്ടി ഈ ഒരു ട്രേഡ് നടക്കുന്നു. ഗോൾഡ് കൊടുക്കുന്നു, ആയുധങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു യുദ്ധത്തിന് ശേഷം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് കൈവശമാക്കിയ രാജ്യം അമേരിക്കയായിട്ട് മാറുന്നു. കാരണം അവര് ഈ യുദ്ധങ്ങളിലെല്ലാം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, പകരം മേടിക്കുന്നത് ഗോൾഡാണ്. അങ്ങനെ യുദ്ധം എല്ലാം അവസാനിച്ചു കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമായി മാറുന്നത് അമേരിക്കയാണ്, US ആണ്. അങ്ങനെ ഗോൾഡ് തങ്ങളുടെ സിവിലിയൻസിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, ലോക രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് കൈക്കലാക്കുന്നു. അവർക്കറിയാം ഇറ്റ്സ് റിയൽ മണി. അന്നൊന്നും വേറെ കാര്യങ്ങളൊന്നും, ഇറ്റ്സ് റിയൽ മണി. അവർ പയ്യെ ഈ ടാക്ടിക്സ് മാറ്റിയിട്ട് ലോകത്തെ എല്ലാ ആളുകളുടെ കയ്യിൽ നിന്ന്, എല്ലാ രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ഗോൾഡ് എല്ലാം വാരിക്കൂട്ടി അവരാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് മാറുന്നത്. എന്നിട്ട് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുവാണ്. നിങ്ങൾ ബ്രെട്ടൺ വുഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? ആ ഒരു ചർച്ചകൾ, ആ ഒരു എഗ്രിമെന്റ്സിനെ കുറിച്ച് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. ആ എഗ്രിമെന്റ്സിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളെ ലോകത്തെ ആരും ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടുത്തില്ല. നിങ്ങൾ ഈ ഒരു അഗ്രിമെന്റിൽ എഗ്രി ചെയ്യുവാണ്, നിങ്ങളുടെ രാജ്യത്തെ സ്വർണം ഞങ്ങളെ ഏൽപ്പിക്കുക, നിങ്ങളെ ആരും തൊടാൻ ധൈര്യപ്പെടുത്തില്ല, നിങ്ങളെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് യുദ്ധം ചെയ്യും. കാരണം ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എക്കോണമി, ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗോൾഡ് ഉള്ളത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങളുടെ കയ്യിരിക്കുന്ന ഗോൾഡ് സറണ്ടർ ചെയ്യുക, അതിന് തുല്യമായിട്ടുള്ള ഡോളർ നിങ്ങൾക്ക് ഞങ്ങൾ തരും. അങ്ങനെ പല പല രാജ്യങ്ങളും US-ന് അവിടെയും ഗോൾഡ് കൊണ്ടു കൊടുക്കുന്നു. US പറയുന്നു, ഇനി മുതൽ നിങ്ങൾ വ്യാപാരം ചെയ്യുന്നത് US ഡോളറിലായിരിക്കണം, ഗോൾഡിലായിരിക്കരുത്. US ഡോളറിലാണ്. കാരണം ഞങ്ങൾ എന്തുമാത്രം ഗോൾഡ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ഡോളറെ പ്രിന്റ് ചെയ്യും. അപ്പൊ ആ ഡോളർ എന്ന് പറയുന്ന വാല്യബിൾ ആണ്, ഗോൾഡിന് തുല്യമായിട്ടുള്ള വാല്യബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്യാം. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഡോളർ തന്നിട്ട് നിങ്ങളുടെ ഗോൾഡ് തിരിച്ചെടുക്കാം. അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കുന്നു. ലോകം മുഴുവൻ അപ്പം മുതൽ എല്ലാ കാര്യങ്ങളും ട്രേഡ് ചെയ്യുന്നത്, ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നതെല്ലാം ഡോളറിലായി മാറുന്നു. ഡോളർ മെയിൻ സോഴ്സ് ആയിട്ട് മാറുന്നു എല്ലാ ട്രേഡിങ്ങിനും. നിങ്ങൾ ഇന്ന് കണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അന്ന് സംഭവിച്ചതാണ്. അങ്ങനെ അമേരിക്ക, US, എനിക്കൊന്ന് വിയറ്റ്നാം വാറാണെന്ന് തോന്നുന്നു, വിയറ്റ്നാം വാറിലേക്ക് പോകുന്നു. വാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി, ലോകത്തെ എല്ലാ യുദ്ധങ്ങൾക്കും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മണി പ്രിന്റിങ് വേണം. അപ്പൊ US-ന് വാർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി US ഡോളർ കൂടുതൽ വേണ്ടി വരുന്നു. കാരണം പക്ഷെ അവിടെ US പെഗ് ചെയ്തേക്കുന്നത് ഡോളർ പെഗ് ഗോൾഡുമായിട്ട് പെഗ് ചെയ്തേക്കുവാണ്. അവർക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യാനൊക്കത്തില്ല. പക്ഷെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അവിടെ ആ യുദ്ധത്തിന് വേണ്ടി US ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഷ്ടം പോലെ ഡോളർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതായത് അവരുടെ കയ്യിലില്ലാത്തതിനെ, ഗോൾഡിനേക്കാളും കൂടുതൽ US ഡോളർ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോ ഈ ഡോളർ കൂടുതൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ പേടിയായി തുടങ്ങി. കാരണം അവരുടെ കയ്യിൽ ഡോളറാണ് അവരുടെ വാല്യൂ അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. അതിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ കൂടുതൽ ഡോളർ പ്രിന്റ് ചെയ്യാൻ തോറും അവരുടെ കയ്യിൽ കൈവശമാക്കി വെച്ചേക്കുന്ന, അവരുടെ കയ്യിൽ ഗോൾഡ് ഇല്ല, ആ ഗോൾഡ് കൊടുത്തിട്ടാണ് അവർ ഡോളർ വാങ്ങിച്ചു വെച്ചേക്കുന്നത്, ആ ഡോളറിന്റെ വാല്യൂ താഴോട്ട് പോകാൻ തുടങ്ങി. ആ സമയങ്ങളിലാണ് ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ഗോൾഡ് തിരിച്ചു വേണമെന്ന് അവരുടെ ശക്തമായിട്ട് വരുന്നു. അപ്പം പറയുന്നു, ഓക്കെ, ഗോൾഡ് നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. നിങ്ങൾക്ക് അത്ര അഹങ്കാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വാറിലേക്ക് പോകാം. അല്ലെങ്കിൽ വായടച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡോളർ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് തരാം, അതുകൊണ്ട് പോവുക, അല്ലാതെ നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഗോൾഡ് കിട്ടത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ എല്ലാ രാജ്യങ്ങളും അതിശക്തമായിട്ടുള്ള ഗോൾഡ് തിരിച്ചു ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1970 എന്ന് എനിക്കറിയത്തില്ല, ഏത് എക്സാക്ട് ഇയർ എനിക്കറിയത്തില്ല, നിക്സൺ ഷോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് നിക്സൺ ആയിരുന്നു അന്നത്തെ ഇന്നത്തെ ട്രംപ് പോലെ ഭരിച്ചിരുന്ന ഒരാള്. അദ്ദേഹം വന്ന് രാത്രി പറയുവാണ്, നമ്മുടെ നാട്ടില് നമ്മുടെ നോട്ട് നിരോധനമില്ല, 500-ന്റെ 1000-ന്റെ, ആ ഒരു അനൗൺസ് പോലെ രാത്രിയിൽ വന്ന് പറയുന്നു, ഇനി മുതൽ US ഡോളർ ഒരിക്കലും ഗോൾഡുമായിട്ട് പെഗ് ചെയ്യുന്നതല്ല, ഇനി ഒരിക്കലും റിഡീം ചെയ്യാനും ആർക്കും ഒക്കത്തില്ല. അതായത് ഏതൊക്കെ രാജ്യങ്ങൾ അവർ ഗോൾഡ് തന്നിട്ടുണ്ടോ അമേരിക്കയില്, ആ സമയത്ത് അവരോട് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾഡ് തിരിച്ചെടുക്കാം,
റിഡീം ചെയ്യാം. കാരണം അതിന് $US ഉണ്ട്, അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡ് തിരിച്ചെടുക്കാം. പെട്ടെന്ന് ഒരു രാത്രി വന്ന് പറയുന്നു, ഇനി ഒരിക്കലും $US ഗോൾഡുമായിട്ട് പെഗ് ചെയ്യുന്നില്ല, ഒരിക്കലും ഇനി ഗോൾഡ് റിഡീം ചെയ്യാൻ ഒക്കത്തില്ല എന്ന് വിളിച്ചു പറയുന്നു. അങ്ങനെ ആ രാത്രിയിൽ കൊണ്ട് മൊത്തം ലോകം കീഴ്മേൽ മറിയുകയാണ്. അതായത് അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ടർത്ഥങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ തന്നേക്കുന്ന ഗോൾഡ് ഇനി ഞങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, നിങ്ങൾക്ക് ഇനി ഒന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ അതനുസരിച്ച് $US ഉണ്ട്, അതിനെന്താന്ന് വെച്ചാൽ ചെയ്യുക. 2, ഇനി ഞങ്ങൾക്ക് എത്ര വേണമെങ്കിലും $US പ്രിന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞ രീതിയിൽ നിന്ന് ലോകം മുഴുവൻ പയ്യെ പയ്യെ മാറുന്നു. ഓക്കെ, ഇന്ന് ലോകത്തെ ഒരു രാജ്യങ്ങൾ പോലും ഗോൾഡ് സ്റ്റാൻഡേർഡിലില്ല. അതായത് നമ്മുടെ രാജ്യങ്ങളിലെ, അല്ലെങ്കിൽ ഇന്ത്യ ആണെന്നുണ്ടെങ്കിലും ചൈന ആണെന്നുണ്ടെങ്കിലും കാനഡ ആണെന്നുണ്ടെങ്കിലും സിംഗപ്പൂർ ആണെങ്കിലും US ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഈ പൈസ പ്രിന്റ് ചെയ്യാം. അതായത് 1971 ശേഷങ്ങളാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജനിച്ചതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ പൈസ പ്രിന്റ് ചെയ്യാം. ആ പൈസക്ക് യാതൊരു വാല്യൂവും ഇല്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ ഇതിനകത്തുനിന്ന്? ഓക്കെ ജിനേഷ്, ഓക്കെ താങ്ക് യു. ഓക്കെ, evolution of money, ജാഗോർ. Yeah. ഓക്കെ, ക്ലിയർ. ഓക്കെ അജിത്ത്. ഓക്കെ, അങ്ങനെ ഇന്ന് നമ്മൾ കാണുന്ന മോണിറ്ററി സിസ്റ്റം, ഓക്കെ, ഇസ് എ പോൺസി സ്കീം. ആ ഒരു രൂപകൽപ്പന, അല്ലെങ്കിൽ അതിന്റെ ഒരു ഒന്നിന്റെയും ബാക്ക് ചെയ്യാത്തൊരു കറൻസി ഇഷ്ടത്തിനനുസരിച്ച് പ്രിന്റ് ചെയ്യുക എന്ന് പറയുന്ന ആദ്യത്തെ എക്സ്പെരിമെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ എക്സ്പെരിമെന്റ് കൊളാപ്സ് ആകാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ഓരോ മനുഷ്യരാശിയിലും ഓരോ 100 കൊല്ലം ഇരിക്കലും അല്ലെങ്കിൽ ഓരോ 200 കൊല്ലം ഇരിക്കലും മനുഷ്യൻ ഒരു ഹാർഡ് ആയിട്ടുള്ള മണിയിലേക്ക് പയ്യെ പയ്യെ മൂവ് ഔട്ട് ചെയ്യാറുണ്ട്. അതായത് ഒരു മണി അവർ ചെയ്തേക്കുന്ന എക്സ്പെരിമെന്റ് ഈ പറയുന്ന ഫിയറ്റ് കറൻസി കൊളാപ്സ് ചെയ്യും, പയ്യെ വേറെ അതിനകത്തോട്ട് മൂവ് ചെയ്യും. കൊളാപ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഇതും ഒരു ഡൈവർജൻസിലാണ്. ഒരു കൊളാപ്സ് ചെയ്യാൻ വേണ്ടി പോകുന്ന നമ്മൾ പയ്യെ മൂവ് ചെയ്ത് വേറൊരു റിയൽ ആയിട്ടുള്ള ഹാർഡ് ആയിട്ടുള്ള മണിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വളരെ റെയറസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് ഞാനും നിങ്ങളും വന്നേക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ മക്കൾക്ക് അത് കാണാനുള്ള ഭാഗ്യം ചിലപ്പോൾ ഉണ്ടാകുന്ന വരത്തില്ല. മനസ്സിലാവുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്? ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണിയാണ് ബിറ്റ്കോയിൻ. അത് അക്യുമുലേഷൻ റൈറ്റ് ടൈമിൽ ചെയ്യാനുള്ള ഒരു വളരെ വലിയൊരു ഭാഗ്യം. അതിന്റെ വ്യാപ്തി ഇന്നുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു പുതിയൊരു മോണിറ്ററി സിസ്റ്റത്തിലേക്ക് ആദ്യം കയറുന്നവർക്ക് വളരെ വലിയ പ്രയോജനങ്ങളുണ്ട്. അവർക്ക് ഹെവി ആയിട്ട് ഇത് അക്യുമുലേഷൻ ചെയ്യാം. ബാക്കിയുള്ള ലോകങ്ങൾ ഇതിന്റെ ഹാർഡായിട്ടുള്ള ഒരു മണി ഇതാണെന്ന് പറഞ്ഞ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന നിങ്ങൾ അക്യുമുലേഷൻ ചെയ്യുക. അതാണ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഈ പൈസ ഒന്നിനോടും, ഒരു ഹാർഡായിട്ടുള്ള മണിയോടും പെഗ് ചെയ്യാതെ പ്രിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പോൺസി സ്കീമാണ് ഈ ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇഷ്ടത്തിനനുസരിച്ച് പ്രിന്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആളുകൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബിറ്റ്കോയിൻ 100,000 ആയി, ഇനി എങ്ങനെ മേടിക്കുന്നത്, ഇത് മേടിച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള കാര്യം. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഏത് രാജ്യമാണെങ്കിലും, ഇന്ത്യ ആണെങ്കിലും ചൈന ആണെങ്കിലും US ആണെങ്കിലും കാനഡ ആണെങ്കിലും സിംഗപ്പൂർ ആണെന്നുണ്ടെങ്കിലും അവരെത്രമാത്രം പൈസ പ്രിന്റ് ചെയ്തതിന് യാതൊരു കണക്കുമില്ല. ഇഷ്ടംപോലെ പൈസ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് ആണ് ഈ പൈസ. ഈ പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളിത് കളക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ലേ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഈ പണിയെടുക്കുന്നതെന്ന്? എല്ലാവരും കൺസേൺ ആണ് ബിറ്റ്കോയിന്റെ പ്രൈസ് 100,000 ഇറ്റ്സ് ഗോയിങ് ടു മില്യൺസ് ഓഫ് ഡോളർ. കാരണം അത് 21 മില്യനേ ഉള്ളൂ. പക്ഷെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പൈസ പ്രിന്റ് ചെയ്യുന്നത് ആ ഒരു പൈസയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളഞ്ഞു പോകാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ, ആ ഒരു കറൻസി അടുത്ത നിമിഷം മുതൽ സീറോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ആർക്കും കൺസേൺ ഇല്ല, ആർക്കൊരു വിഷമവും ഇല്ല. അത് ആ ഒരു പണിക്ക് വേണ്ടി, ആ ഒരു പൈസ കളക്ട് ചെയ്യാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്നു, നമ്മുടെ ജീവിതകാലം മുഴുവൻ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അതിനൊന്നും ആർക്കൊരു വിഷയമില്ല. ബിറ്റ്കോയിൻ 100,000 ആകുമ്പോഴേ ഉള്ളൂ അതെന്തൊരു വിഷയം. സോ ഇറ്റ്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അതിനനുസരിച്ച് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ വ്യാപ്തി, അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും.
അപ്പോ ഗോൾഡ് എന്ന് പറയുന്ന റിയൽ മണിയിൽ നിന്ന് ഈസി ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടി US$ വരുന്നു. പയ്യെ അത് US$ പ്രിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. അവിടെ വാറിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഈ ലോക്ക്ഡ് ആയിട്ടിരിക്കുന്ന ഈ ഫിയറ്റ് അല്ലെങ്കിൽ ഈ ഡോളർ പോരാ, ഡീപ്പൊക്കെ ചെയ്താൽ മാത്രമേ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് പ്രിന്റ് ചെയ്യാൻ ഒക്കൂ. ആ ഒരു ബോധം, ആ ഒരു ഐഡിയ അവർക്ക് കിട്ടി തുടങ്ങുന്നു, പ്രിന്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. അത് ഈ കുറെ വർഷങ്ങളായിട്ട് നമ്മളത് കാണുന്നു. അത് എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, അത് കൊളാപ്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓരോ വട്ടവും ഓരോ പൈസ കൊളാപ്സ് ചെയ്യുമ്പോൾ പയ്യെ പയ്യെ ഹ്യൂമൻ അല്ലെങ്കിൽ ആളുകള് അതിനേക്കാളും മൂല്യമുള്ള സാധനങ്ങളിലേക്ക് നാച്ചുറലി അട്രാക്ട് ചെയ്യപ്പെടാറുണ്ട്. അതാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. ഗോൾഡ് എന്ന് പറയുന്നത് ഹാർഡാണ്. നമ്മൾ ഇന്നേ വരെ കണ്ടേക്കുന്നത് ഗോൾഡ് കാണാം, ഗോൾഡ് മൈനിങ് ചെയ്യാൻ വേണ്ടി വളരെ ടഫാണ്. അങ്ങനെ ഈ പൈസ പ്രിന്റ് ചെയ്യുന്നതനുസരിച്ച് ഗോൾഡ് പ്രിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ആളുകൾ വാല്യൂ ഹാർഡായിട്ടുള്ള മണികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിയറ്റ് കറൻസി കൺവേർട്ട് ചെയ്ത് ഗോൾഡിലേക്ക് മാറ്റുന്നത്. ഗോൾഡ് ഹാർഡാണ്, പക്ഷെ ഗോൾഡിനേക്കാളും ഹാർഡ് ബിറ്റ്കോയിൻ ആണ്. ഗോൾഡ് എത്രമാത്രം ഡിവിസിബിൾ ചെയ്യാനൊക്കെ ഒരു പരിധിയുണ്ട് ഗോൾഡ് ഡിവിസിബിൾ ചെയ്യാൻ വേണ്ടി. ബിറ്റ്കോയിൻ എന്തുമാത്രം മൈന്യൂട്ടായിട്ട് നമുക്ക് ഒരു സാറ്റ്സിലേക്ക് പോവാം, എത്രമാത്രം വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് ബിറ്റ്കോയിൻ ഡിവിസിബിൾ ചെയ്യാൻ ഒക്കുന്നുണ്ട്. ഗോൾഡ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നല്ല പാടാണ്. നിങ്ങളുടെ കയ്യിൽ ഒരാൾക്ക് $1 ബില്യൺ ഗോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ $millions സ്പെൻഡ് ചെയ്യണം. സെക്യൂരിറ്റി, എന്തെല്ലാം റിസ്കുകളാണ്. അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക് ആഫ്രിക്കയിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്കും. ഒരു $1 ബില്യൺ ഗോൾഡ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു വേറെ രാജ്യത്തിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ പോസിബിൾ ടു മൂവ് ഇസ് ഗോൾഡ്. ഇറ്റ്സ് വെരി ഹാർഡ്. കാരണം ഒരു സ്വർണം എന്ന് പറയുന്നത് അവരവരുടെ രാജ്യത്തെ സ്വത്തുക്കളാണ്. ഈവൻ അയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുക, $millions അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് റിയൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മണി ആയിരുന്നു, പക്ഷെ ഇന്നല്ല. ഇന്ന് ബിറ്റ്കോയിൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ അയച്ചു തരാം. ലോകത്തിരിക്കുന്ന എവിടത്തെ ഒരാൾക്ക് വേണമെങ്കിലും എന്റെ ഈ വാല്യൂ സെൻഡ് ചെയ്യാനൊക്കും. നോ ഹ്യൂമൻ, ലോകത്തെ ഒരു മനുഷ്യനും ഒരു എൻറ്റിറ്റിക്കും ഒരു കോർപ്പറേഷനും എന്നെ തടയാനൊക്കത്തില്ല. നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് നിങ്ങൾക്ക് ഇന്നൊരു വാല്യൂ അയച്ചു തരണം എന്നുണ്ടെങ്കിൽ നോ വൺ ക്യാൻ സ്റ്റോപ്പ് ഇറ്റ്. ഗോൾഡിന്റെ കാര്യം അങ്ങനല്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഡ്യൂറബിൾ. ഗോൾഡ് ഓഫ് കോഴ്സ് അതിന്റെ ഡ്യൂറബിലിറ്റി തെളിച്ചതാണ്. ഇസ് മോർ ദാൻ 6000 years. മനസ്സിലാവുന്നുണ്ടോ? ബിറ്റ്കോയിൻ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ 16 years ആയിട്ട് ബിറ്റ്കോയിൻ അന്ന് നമുക്ക് പ്രോമിസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തെറ്റിയിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? ടിക്ടോക്ക് നെക്സ്റ്റ് ബ്ലോക്ക്, ഓരോ 10 മിനിറ്റിൽ ഓരോരോ ബ്ലോക്കുകൾ വരുന്നുണ്ട്, ഓരോരോ ബിറ്റ്കോയിൻ മൈനിങ് ചെയ്യുന്നുണ്ട്. ഈ 6000 കൊല്ലമായിട്ട് സ്കേഴ്സിറ്റിയെ കുറിച്ച് പറയാം. 6000 കൊല്ലമായിട്ട് മൈനിങ് ചെയ്തെടുത്ത ഗോൾഡ് നമുക്കിന്നുണ്ട്. പക്ഷെ എക്സാക്ട്ലി എത്രമാത്രം ഗോൾഡ് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് ഭൂമിക്ക് പുറത്തോട്ട് വന്നെന്നുള്ളതിന് നമുക്ക് ഒരു തെളിവില്ല. ഇപ്പോഴത്തെ അനുസരിച്ച് ഏകദേശം 13 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ്. 14 ട്രില്യൺ ആണ് മാർക്കറ്റ് ക്യാപ്പ് ഗോൾഡിന്റെ. ഈ ഗോൾഡ് 6000 കൊല്ലമായിട്ട് മൈനിങ് ചെയ്യുന്നെന്ന് പറയുന്നു. ഇത്രയും ടണ്ണ് ഓളം ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ 6000 കൊല്ലമായിട്ട് മൈൻ ചെയ്ത ഗോൾഡിന്റെ പകുതി, എത്രമാത്രം നമ്മൾ ഇന്ന് ഗോൾഡ് മൈനിങ് ചെയ്തെടുത്തോ അതിന്റെ പകുതിയോളം ലാസ്റ്റ് 50 കൊല്ലം കൊണ്ട് നമ്മൾ മൈനിങ് ചെയ്തെടുത്തതാണ്. ഓർക്കണം, 6000 കൊല്ലത്തെ പഴക്കമുണ്ട് ഗോൾഡിന്. 6000 കൊല്ലമായിട്ട് നമ്മൾ മൈനിങ് ചെയ്തെടുക്കുന്നു. ആ 6000 കൊല്ലം മൈനിങ് ചെയ്തെടുത്ത ഗോൾഡ് നമ്മുടെ നിന്നുണ്ട്. ഏകദേശ കണക്ക് നമുക്ക് ഇന്നുണ്ട്. ആ 6000 കൊല്ലമായിട്ട് മൈനിങ് ചെയ്തെടുത്ത ഗോൾഡിന്റെ പകുതി ഗോൾഡ് ലാസ്റ്റ് 50 കൊല്ലം കൊണ്ട് മൈനിങ് ചെയ്തെടുത്ത, ലാസ്റ്റ് 50 കൊല്ലത്തിനുള്ളിൽ മൈനിങ് ചെയ്തെടുത്തതാണ്. അതായത് ടെക്നോളജി ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് ഗോൾഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒക്കുന്നുണ്ട്, മൈനിങ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 1:16 ആയിരുന്നു പണ്ട് ഗോൾഡും സിൽവറും തമ്മിലുള്ള വ്യത്യാസം. അതായത് 1 ഔൺസ് ഗോൾഡ് മൈനിങ് ചെയ്യുമ്പോൾ 16 ഔൺസ് സിൽവർ കിട്ടും. ഇന്ന് നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം അറിയണമെന്നുണ്ടെങ്കിൽ ഗോൾഡിന്റെ വില എത്രയാണോ ഡിവൈഡഡ് ബൈ സിൽവർ നോക്കുക. അതാണ് ഇന്നത്തെ വ്യത്യാസം ഗോൾഡും സിൽവറും തമ്മിലുള്ള. പക്ഷെ ഇന്ന് ഗോൾഡ് കൂടുതൽ മൈൻ ചെയ്യാൻ ഒക്കുന്നുണ്ട് ടെക്നോളജി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പൊ അതിന്റെ വാല്യൂ പയ്യെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പൊ ബിറ്റ്കോയിന്റെ കാര്യം അതല്ല. ബിറ്റ്കോയിൻ അടുത്ത 4 കൊല്ലം കഴിയുമ്പോൾ ബിറ്റ്കോയിന്റെ മൈനിങ് നേരെ പകുതിയായിട്ട് കുറയും. അടുത്ത 4 കൊല്ലം വീണ്ടും പകുതിയായിട്ട് കുറയും. അങ്ങനെ ഓരോ 4 കൊല്ലം കഴിയും തോറും അതിന് സപ്ലൈ കുറഞ്ഞു വരുവാണ്. മൊത്തം 21 മില്യനേ ഉള്ളൂ.
അങ്ങനൊരു സംഭവം ലോകത്ത് ആദ്യമായിട്ടാണ്. 21 മില്യൺ ഗോൾഡിന്റെ എല്ലാ ക്വാളിറ്റീസും അടങ്ങുന്നുണ്ട്. സെൻഡ് ചെയ്യാം, ഡിവിസിബിൾ ചെയ്യാം, ഹോൾഡ് ചെയ്യാം, സ്കേഴ്സിറ്റി ഉണ്ട്. ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഈ വാല്യൂ സെൻഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൈവശമാക്കാൻ പറ്റുന്ന ഒരേ ഒരു അസറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. നിങ്ങളുടെ ക്യാഷ്, ബാക്കി എല്ലാ അസറ്റുകളും നിങ്ങൾ തേർഡ് പാർട്ടിയാണ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ബാങ്കിലെ പൈസ ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു തേർഡ് പാർട്ടിയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഗവൺമെന്റിന് വേണ്ടി സ്റ്റോപ്പ് ചെയ്യാം. ദേ ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം യു. ബട്ട് ബിറ്റ്കോയിൻ നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം യു. നിങ്ങൾ അനുവാദം കൊടുത്ത് നിങ്ങളുടെ കൈമാറ്റം ചെയ്യുന്നതല്ലാതെ ഒരിക്കലും ഒരു ഫോഴ്സിലൂടെയും ബിറ്റ്കോയിൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരാൾക്കും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ഫിസിക്കലായിട്ടിരിക്കുന്ന എല്ലാ പ്രോപ്പർട്ടിക്കും എല്ലാം നിങ്ങളുടെ അനുവാദം കൂടാതെ ക്യാപ്ചർ ചെയ്യാൻ ഒക്കും. ബിറ്റ്കോയിന്റെ നേച്ചർ ഈസ് ഡിഫറെന്റ്. ഒരു തെർമോ ഡൈനാമിക്കിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജിയിലൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോകുന്ന ഫിസിക്കൽ ലൊക്കേഷൻ ഇല്ലാത്തൊരു വസ്തുവാണ് ബിറ്റ്കോയിൻ. ഇറ്റ്സ് ഹ്യൂജ്. ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു ഗ്ലോബൽ, സ്വർണത്തിന് ശേഷം ഒരു ഗ്ലോബൽ മണി വരുന്നത്, അല്ലെങ്കിൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സ്വർണം എന്ന് പറയുന്നത് ഈസ് എ ഗ്ലോബൽ മണി. സ്വർണം എല്ലായിടത്തും ഒരേ വില തന്നെയാണ്. സെയിം ലൈക്ക് ബിറ്റ്കോയിന്റെ കാര്യം ഇസ് നോട്ട് ഡിഫറെന്റ്. ലോകത്ത് എല്ലായിടവും ഒരേ വില തന്നെയാണ് ബിറ്റ്കോയിനും. ഇറ്റ്സ് എ ഗ്ലോബൽ മണി. ലോകത്തിൽ ആദ്യമായിട്ട് ഹാർഡായിട്ടുള്ള ഗ്ലോബൽ മണി കിട്ടുന്നത് ലോകത്തിൽ മനുഷ്യന് ആദ്യമായിട്ടാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. ദാറ്റ്സ് ദി ഇമ്പോർട്ടൻസ്. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. ബിറ്റ്കോയിൻ ആണ് നമ്മുടെ പ്രോഫിറ്റ്. അല്ലാതെ ബിറ്റ്കോയിൻ സെല്ല് ചെയ്ത് കിട്ടുന്ന ഫിയറ്റ് കറൻസീസ് അല്ല. ഒന്നിനും കൊള്ളാത്ത ഫിയറ്റ് കറൻസീസ് അല്ല നമ്മുടെ പ്രോഫിറ്റ്. ഒത്തിരി പേര് ഞാൻ ട്രേഡ് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തിട്ട് 50,000 രൂപ കിട്ടി, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടി, 2 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. ബുൾഷിറ്റ്. ദോസ് ആർ മോറോൺസ്. അവർക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള വാല്യൂ ഇതെന്താണെന്ന് അറിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞു തന്നു, ഓരോരുത്തരും ഇതിനെ കാണുന്നത് ഡിഫറെന്റ് ആയിട്ടാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവും. വാട്ട് ഈസ് എക്സാക്ട്ലി ബിറ്റ്കോയിൻ. ബിറ്റ്കോയിൻ ഇസ് ദ ഹാർഡസ്റ്റ് മണി. ലോകത്തിലെ മനുഷ്യന് ആദ്യമായിട്ട് കിട്ടിയേക്കുന്ന ദ ഹാർഡസ്റ്റ്, ദ പെർഫെക്റ്റ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് മണി. മനസ്സിലാവുന്നുണ്ടോ? സോ ഇന്ന് ഈ ഒരു എറ എന്ന് പറയുന്നത് ഗോൾഡ് ആദ്യമായിട്ട് വരുന്നത് പോലെ, അല്ലെങ്കിൽ സിൽവർ ആദ്യമായിട്ട് കിട്ടിയതുപോലെ സിൽവറിൽ നിന്ന് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് സംഭവിക്കുന്നു. സിൽവറിൽ നിന്ന് ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാത്തവർക്ക് സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ബിക്കം സ്ലേവ്, അടിമത്തത്തിലേക്ക് പോകുന്നു. അതായത് വെരി പവർഫുൾ ആയിട്ടുള്ള അസറ്റിലേക്ക് അല്ലെങ്കിൽ ഗോൾഡിലേക്ക് മാറിയവർ സിൽവർ മാത്രം അക്സെപ്റ്റ് ചെയ്തൊക്കെ രാജ്യങ്ങളിലേക്ക് കീഴടക്കുന്നു, സ്ലേവ് ആകുന്നു, അവിടെ ഡിബേസ്മെന്റ് നടക്കുന്നു. ഇത് തന്നെയാണ് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ബിറ്റ്കോയിനിലേക്ക് മാറാത്ത ആളുകള് റെസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ചൈനയും ഇന്ത്യയും ഇപ്പോഴും പഴയ അതേ പരിപാടികൾ തന്നെ ഇപ്പോഴും ചെയ്യുന്നു. അവർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഇന്ത്യ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. അവർ വീണ്ടും അവർ പഴയ മിസ്റ്റേക്കുകൾ ആവർത്തിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവര് പുതിയ ഹാർഡായിട്ടുള്ള മണിയിലേക്ക് മാറാതെ ഗോൾഡ് അക്യുമുലേഷൻ കൂടുതൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇതെല്ലാം റിപ്പീറ്റഡ് ആണ്, വീണ്ടും 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 റിപ്പീറ്റഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലോകം ഒരു ഷിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹാർഡ് മണി ബിറ്റ്കോയിൻ ആണെന്ന് കണ്ടെത്തിയിട്ട് പയ്യെ ഷിഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ 3% താഴെ ആളുകൾ അത് കണ്ട് തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഭാഗ്യവശാൽ നമ്മളും നിങ്ങളും എല്ലാവരും ഇതിലാണ്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ള, അക്യുമുലേഷൻ ചെയ്യാൻ വേണ്ടി ചാൻസസ് ഉള്ളത് ഇപ്പോഴാണ്. ലോകം മുഴുവൻ വന്ന ഒരു കൺഫർമേഷൻ വന്നിട്ട്, ഇന്ത്യ വന്നിട്ട് ബിറ്റ്കോയിൻ ഇസ് ഗുഡ്, വി നീഡ് ഇറ്റ് എന്ന് പറയുമ്പോഴല്ല, അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ഇസ് ദ ഹാർഡസ്റ്റ് മണി, വി നീഡ് ഇറ്റ് എന്ന് പറയുമ്പോഴല്ല നിങ്ങൾ ചെയ്യേണ്ടത്. എല്ലാ കോളങ്ങളും ഫില്ല് ചെയ്ത് പ്രോപ്പറായിട്ട് ടിക്ക് കിട്ടിയിട്ട് ശേഷം അല്ല ഈ അസറ്റ് അക്യുമുലേഷൻ ചെയ്യേണ്ടത്. ലോകം വരുന്നതിന് മുന്നേ നമ്മൾ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം അക്യുമുലേഷൻ ചെയ്യാൻ. എന്നാൽ ഒരു നല്ലൊരു പൊസിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിത് നേരത്തെ അറിഞ്ഞിട്ട് അക്യുമുലേഷൻ ചെയ്യണം. എല്ലാവരും വന്ന് എല്ലാ അക്യുമുലേഷൻ ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവരും വന്ന് ഇതിന്റെ ഗുണം കണ്ടെത്തിയിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണങ്ങളോ അല്ലെങ്കിൽ ഇതിന്റെ റിയൽ മണി ആദ്യം വരുമ്പോൾ ആരൊക്കെയാണോ അക്യുമുലേഷൻ ചെയ്തത്, ദേ വിൽ ബിക്കം ദ കിങ്സ്. ആ ഏറിയയിലെ കിങ് ആയിട്ട് മാറുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററി മുഴുവൻ കണ്ടുവന്നേക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമ്മൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, നമ്മൾ റെയറസ്റ്റ് മൊമെന്റ്സിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
നമ്മൾ ജനിച്ച് വീണപ്പം നമുക്ക് ബിറ്റ്കോയിനെ കുറിച്ച് അറിയാൻ പറ്റി. ലോകം മുഴുവൻ ട്രാൻസ്ഫറിലേക്ക് പോകുന്നു, ബിറ്റ്കോയിൻ ഹാർഡ് മണിയിലേക്ക് ചേഞ്ച് ആവുന്നു. ആ സമയത്ത് നമുക്ക് വരാൻ പറ്റി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ മക്കള്, അവരുടെ മക്കളുടെ മക്കള് ആ സമയങ്ങളിലൊന്നും ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് വെച്ചാൽ ഹ്യൂജ് ആയിരിക്കും. അവർക്ക് ഇതൊന്നും ഒരിക്കലും അക്യുമുലേഷൻ ചെയ്യാനൊക്കത്തില്ല ഈ രീതി. മനസ്സിലാകുന്നത് അത് ഡിഫറെന്റ് വേൾഡ് ആയിരിക്കും. പിന്നെന്താണ്, ഓക്കെ. സോ ഞാൻ കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണി ബിറ്റ്കോയിൻ ആണ്. നിങ്ങളുടെ ലൈഫ് ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. എന്താണ് പറയാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ വിട്ടുപോയി. ഓക്കെ, നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബിറ്റ്കോയിൻ ആണ്. ഓക്കെ, അല്ലാതെ ഫിയറ്റ് കറൻസി അല്ല, നിങ്ങളുടെ ബിറ്റ്കോയിൻ ആണ് നിങ്ങളുടെ പ്രോഫിറ്റ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫ് കൺസിസ്റ്റ്, എനിക്കത് ഒക്കുന്നില്ല അതിനകത്ത് സംസാരിക്കാൻ. ഓക്കെ, ഞാനൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒരു പിക്ചർ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു $1, $1 1913 $1 വാല്യൂ എത്ര ആയിരുന്നു? 2020 എന്തുമാത്രം അതിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. 2020 $1 1913 $1 പർച്ചേസിംഗ് പവർ 2020 മാറുമ്പോൾ 99% പർച്ചേസിംഗ് പവർ പോയി കഴിഞ്ഞു. അതായത് ഡോളർ ഒരു റിയൽ മണി ആയിരുന്നെങ്കിൽ 1913 ആളുകൾക്ക് $1 എന്തെല്ലാം കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാമോ അത്രയും സാധനങ്ങൾ തന്നെ നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയണം. പക്ഷെ നമുക്കിന്ന് $1 എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കും? 1913 $1 കൊണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതൊന്നും നമുക്ക് ഇന്ന് പർച്ചേസ് ചെയ്യാൻ ഒക്കത്തില്ല. $1 റിയൽ മണി ആയിരുന്നുണ്ടെങ്കിൽ അന്നത്തെ വാല്യൂ ഇന്നും കണ്ടേനെ. പക്ഷെ എന്തുകൊണ്ട് അതിന്റെ വാല്യൂ താഴ്ത്തു പോയിക്കൊണ്ടിരിക്കുന്നു? ദേ പ്രിന്റ് മോർ ഡോളേഴ്സ്. ഓരോ സെക്കൻഡിലും പുതിയ ഡോളർ എക്കോണമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയുടെ വാല്യൂവും താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് കൺസിസ്റ്റ് ഓഫ് ടൈം. ഒരു ബ്ലോക്ക് ഓഫ് ടൈം ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ബ്ലോക്ക് ഓഫ് ടൈം എന്ന് പറയുന്നത് ഇപ്പോ പലർക്കും പല രീതിയിലായിരിക്കും ബ്ലോക്ക് എന്ന് പറയുന്നത്. ഉദാഹരണം ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ചിലപ്പോൾ ഞാനൊരു 80 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. എന്റെ ബ്ലോക്ക് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ 80 years ആണ്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് 90 വയസ്സ് വരെ ജീവിക്കാം, 100 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ബ്ലോക്ക് ആയിട്ടാണ് ടൈം ഇരിക്കുന്നത്. അവർ ലൈഫ് എന്ന് പറയുന്നത്, ലൈഫ് കൺസിസ്റ്റ് ഓഫ് ബ്ലോക്ക് ഓഫ് ടൈം. ഓരോരുത്തർക്കും ഓരോ ബ്ലോക്കാണ്. ഇപ്പൊ ബിറ്റ്കോയിന്റെ ഒരു ബ്ലോക്ക് 10 മിനിറ്റത്തെ ഒരു ബ്ലോക്ക് എന്ന് പറയുന്ന പോലെ 10 മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 80 പോലും ആയിരിക്കും, നമുക്ക് ചിലർക്ക് 90, 95, 100 അങ്ങനെയൊക്കെ. ഈ ബ്ലോക്ക് ഓഫ് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഫോർ ദ ഫിയറ്റ് കറൻസി, മണി, അല്ലെ? മണിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ടൈം എന്ന് പറയുന്നത് ലൈഫാണ്. ആ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത്, അതായത് ആ ടൈം, നമ്മുടെ വാല്യൂ, നമ്മുടെ എനർജി, നമ്മുടെ നോളജ്, നമ്മുടെ ഇൻഫർമേഷൻ, ഇതെല്ലാം നമുക്ക് സ്പെൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മണിക്ക് വേണ്ടിയാണ്. ആ മണി നമ്മുടെ ടൈമിന് ഈക്വൽ വാല്യൂ അല്ല ഒരിക്കലും, ഈക്വൽ വാല്യൂ അല്ല ഒരിക്കലും, നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതനുസരിച്ച് തുല്യമായിട്ടുള്ള ഒരു മണി നമുക്ക് കിട്ടുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, ലൈഫ് എന്ന് പറയുന്നത് എക്സാക്ട്ലി ടൈമാണ്. ഈ ടൈം നമ്മൾ കൊടുത്ത് കിട്ടുന്നതാണ് നമ്മുടെ മണി. അപ്പം എക്സാക്ട്ലി നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മണിയാണ്. അതാണ് നമ്മൾ പല ആളുകളും പറയാറുള്ളത്. വളരെ സീരിയസ് ആയിട്ട് ജീവിതത്തെ കാണാതെ പൈസ കൊണ്ട് ദൂർത്തടിക്കുന്നവൻ അവന്റെ ലൈഫ് കൊണ്ടാണ് അവൻ കളിക്കുന്നത്. എക്സാക്ട്ലി, ഹി വിൽ റൂയിൻ ഹിസ് ലൈഫ്. അവൻ പൈസ മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാത്തവൻ അവന്റെ ലൈഫ് റൂയിൻ ചെയ്യുവാണെന്നാണ് നമ്മൾ പണ്ടല്ല, ദാറ്റ്സ് എ റിയാലിറ്റി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ,
വളരെ നമ്മുടെ മണി എന്ന് പറയുന്നത് നമ്മുടെ ടൈമുമായിട്ടും നമ്മുടെ ലൈഫുമായിട്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ മണിയാണ് നമ്മുടെ ലൈഫ്. അതെന്തുമാത്രം നല്ലപോലെ കൈകാര്യം ചെയ്യുന്നവൻ നല്ലപോലെ ജീവിക്കും, നല്ലപോലെ ജീവിക്കാൻ നോക്കും. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണണം. അപ്പൊ ഈ നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം, ഈ ലൈഫ് സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന പൈസ എപ്പോ നമ്മുടെ കയ്യിൽ കിട്ടി തുടങ്ങുന്നു അപ്പം മുതൽ അതിന്റെ വാല്യൂ താഴ്ത്തു പോയിക്കൊണ്ടേയിരിക്കുന്നു. ദാറ്റ്സ് ദ തിങ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന പൈസയുടെ വാല്യൂ ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം, അല്ലെങ്കിൽ അതിന്റെ എക്സ്പൊണൻഷ്യലി വളരണം. എങ്കിൽ മാത്രമേ നമുക്ക് റിട്ടയർമെന്റ് എന്നുള്ള പരിപാടിയിലേക്ക് നമുക്ക് കാണാൻ നോക്കൂ. ഇന്ന് റിട്ടയർമെന്റ് എന്നൊക്കെ പറയുന്ന സ്വപ്നങ്ങളാണ്. കാരണം ഇന്നത്തെ ലോക രാജ്യങ്ങൾ മുഴുവൻ ഞാൻ പറഞ്ഞ 1971 മുതൽ പൈസ പ്രിന്റ് ചെയ്യുന്നു. ആ പ്രിന്റ് ചെയ്യുന്നതിന്റെ സ്പീഡ് ആദ്യകാലങ്ങളിൽ കുറവായിരുന്നെങ്കിൽ ഇന്നും ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2009, 2010 ശേഷമൊക്കെ വളരെ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു കൊളാപ്സ്. അതായത് ഫിയറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ എക്സ്പെരിമെന്റ് ഇറ്റ്സ് ഗോയിങ് ടു കൊളാപ്സ്. കൊളാപ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആകെയുള്ള ഒരു സേഫ്റ്റി ബോട്ട് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ. ഓക്കെ, ഇന്ന് റിസ്ക് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് റിസ്ക്, യഥാർത്ഥ റിസ്ക് എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്തുള്ള ആളുകൾ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു കൺസേൺ ആണ്. എന്തുകൊണ്ട് എനിക്ക് ജോലി ചെയ്തിട്ട് പഴയതുപോലെ കഴിഞ്ഞ 4 കൊല്ലത്തെ മുന്നേ പോലെ എനിക്ക് എന്തുകൊണ്ട് ജീവിക്കാൻ ഒക്കുന്നില്ല? കഴിഞ്ഞ 4 കൊല്ലത്തിനേക്കാളും ഹാർഡായിട്ട് ഞാൻ ഇന്ന് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും ബാഡായിട്ടാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത്. അതിന്റെ ഉത്തരം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്നത് സംതിങ് ഹാസ് ചേഞ്ച്ഡ്. എല്ലാവർക്കും മനസ്സിലാവുന്നത്, പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണ്, എന്തുകൊണ്ട് ഇതെല്ലാം മാറുന്നു, പൈസ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന്റെ എന്നുള്ളതിന്റെ, ഇത് പൈസ പ്രിന്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതൊന്നും ആളുകൾക്ക് അറിയത്തില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് സമയം കളയുന്നതല്ലാതെ എന്ത് കൊണ്ട് സംഭവിക്കുന്നു, എന്ത് ചെയ്യാനൊക്കും എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഓരോ 4 കൊല്ലം കഴിയുന്തോറും ഫിയറ്റ് കറൻസിയുടെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഓരോ 4 കൊല്ലം കഴിയുന്തോറും ബിറ്റ്കോയിന്റെ വാല്യൂ എക്സ്പൊണൻഷ്യലി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എംബ്രേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ദ ഫിയറ്റ് കറൻസി ഇൻ ടു ബിറ്റ്കോയിൻ ആൻഡ് ഹോൾഡ് ഇറ്റ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 2035 സമയം ആവുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് 7 to 9 മില്യൺ ആയിരിക്കും ഒരു ബിറ്റ്കോയിന്റെ വില. 7 to 9. നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ മതി, ലോകത്തുള്ള എല്ലാ അസറ്റിനെ എടുക്കുക. അത് ഏകദേശം അറൌണ്ട് 1,000 ട്രില്യൺ വരും. 1,000 ട്രില്യൺ ലോകത്തുള്ള എല്ലാ അസറ്റ് എടുക്കുക, അതിന് വാല്യൂ എടുക്കുക, ഡിവൈഡഡ് ബൈ 21 മില്യൺ. ദാറ്റ്സ് ആൻസർ. എന്താണ് ബിറ്റ്കോയിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ അസറ്റുകളും എടുക്കുക, ദാറ്റ്സ് ഡിവൈഡഡ് ബൈ 21 മില്യൺ. എന്ത് ഉത്തരവാണോ കിട്ടുന്നത്, ദാറ്റ്സ് ദ വാല്യൂ ഓഫ് ബിറ്റ്കോയിൻ. അതിലേക്ക് എന്തായാലും ബിറ്റ്കോയിൻ എത്തും. മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് സംസാരിക്കേണ്ട പല തട്ടുകളിലൂടെ നമുക്ക് പോകാം. ഞാൻ ഈ പറയുന്ന പൈസയുടെ, മണിയുടെ രീതിയിലാണ് ബിറ്റ്കോയിനെ കാണാൻ പറഞ്ഞത്. പല രീതികളിലൂടെ, പല വെർട്ടിക്കലിനകത്തൂടെ നമുക്ക് ബിറ്റ്കോയിനെ കാണാൻ നോക്കും, പല ലെൻസിനകത്തൂടെ ബിറ്റ്കോയിനെ കാണാൻ നോക്കും. ഇത് ഡീപ്പ് ഹോളാണ്, ഒരു റാബിറ്റ് ഹോൾ എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ അകത്ത് ചെല്ലും തോറും പല അർത്ഥങ്ങൾ നമുക്ക് കാണാൻ നോക്കും ബിറ്റ്കോയിനെ കുറിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ബട്ട് ഈസ് ഹ്യൂജ്. നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, ഒരു ഹോപ്പാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡോണ്ട് ലൂസ് ഇറ്റ്. ഞാൻ അതുകൊണ്ടാണ് എന്ന് പറയുന്നത്, എല്ലാ ആഴ്ചയിലും യു നീഡ് ടു അക്യുമുലേറ്റ് ബിറ്റ്കോയിൻ. യു നീഡ് ടു കൺവേർട്ട് ദിസ് ഫിയറ്റ് കറൻസി ഇൻ ടു ബിറ്റ്കോയിൻ, ദ ഹാർഡസ്റ്റ്, ദ സ്കേഴ്സസ്റ്റ് മണി. ഓക്കെ, ലോകത്ത് ഒരു മനുഷ്യൻ വിചാരിച്ചാൽ അത് ഇനി കൂടുതൽ പ്രിന്റ് ചെയ്യാൻ ഒക്കത്തില്ല. നിങ്ങൾ ഒരു സാറ്റ്സ് നിങ്ങൾ മേടിച്ച് കൈവശമാക്കിയാലും നിങ്ങൾ വേറൊരു വ്യക്തിയുടെ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നത്. അപ്പൊ അത്രമാത്രം റെയർ ആണ് ഫിയറ്റ് കറൻസി. അതർ സൈഡ് റെയർ അല്ല. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മില്യൺസ് ഓഫ് ഡോളർ കൂടുതൽ പ്രിന്റ് ചെയ്ത് വരുവാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കയ്യിരിക്കുന്ന പൈസ ഇപ്പൊ $1 എക്സ്ട്രാ എക്കോണമിയിലേക്ക് പ്രിന്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന $1 വാല്യൂ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതാണ് പറഞ്ഞത്, ലൈഫ് എന്ന് പറയുന്നത് എക്സാക്ട്ലി മണിയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടേക്കുന്ന ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്.
അപ്പൊ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ലൈഫിന് നിങ്ങളുടെ ആഫ്റ്റർ ഫാമിലി ഐ വുഡ് സേ ഗിവ് ദി ഇമ്പോർട്ടൻസ് ടു ബിറ്റ്കോയിൻ. ഓക്കെ, അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ഫോർ എവർ, ഫോർ ജനറേഷൻസ്. ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു റിച്ച് ആകുക എന്നുള്ളതല്ല, ബിയോണ്ട് ദാറ്റ്. ഓക്കെ, കാരണം നമ്മുടെ ബിറ്റ്കോയിന്റെ പ്രൈസ് ഒക്കെ എക്സ്പ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോഴും ഞാൻ ഗൂഗിളിന്റെ റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പോഴും റീറ്റെയിലേഴ്സ് വന്നിട്ടില്ല. ബിറ്റ്കോയിൻ ഇപ്പം 112 ഹിറ്റ് ചെയ്തിട്ടെങ്കിൽ പോലും ബിറ്റ്കോയിനെ കുറിച്ച് സെർച്ച് ചെയ്യാനോ ആ ഒരു 2021 2020 ആ ഒരു ആളുകൾ ബിറ്റ്കോയിൻ എന്താണെന്ന് സെർച്ച് ചെയ്യുന്നതിന് ഗൂഗിൾ സെർച്ച് ചെയ്യുന്നതിനെ കുറിച്ച് ഗൂഗിൾ സെർച്ചിങ്ങിലെ അതിനകത്ത് വന്നിട്ടേ പോലും ഇല്ല. കാരണം ഇപ്പോഴും ആളുകൾക്ക് സ്കാം ആണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഓക്കെ ബിറ്റ്കോയിൻ 100,000 ആയി, ഇനി കാര്യമില്ല എന്നൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ ഇത്രയും വലിയ വിഡിത്തരങ്ങളാണ് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അവർ ലൈഫ് കൊണ്ടാണ് കളിക്കുന്നത് മനസ്സിലാക്കുന്നില്ല. ഒരു ലൈഫിലൊരു ലോകത്തെ ഏത് തരം ആളുകളും ആയിക്കോട്ടെ, അതായത് മിഡിൽ ക്ലാസ് ഫാമിലിയോ അല്ലെങ്കിൽ ബിലോ ആവറേജ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് ഫാമിലി, ആരും ആയിക്കോട്ടെ, ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു അസറ്റ് എത്ര ചെളിക്കുണ്ടിൽ കിടക്കുന്ന മനുഷ്യനും എത്ര പണമില്ലാത്തൊരു മനുഷ്യനും ഒരേപോലെ രക്ഷപ്പെടാൻ, അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കുറെ വർഷങ്ങൾ അധികം അത് അടുത്ത 30 കൊല്ലമൊന്നും കാത്തിരിക്കണ്ട, വളരെ ഈസി ആയിട്ട് അവന്റെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു അസിമെട്രിക്കൽ ബെറ്റ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യരാശിയിൽ വരുന്നത് ബിറ്റ്കോയിൻ ആണ്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എത്ര പാവപ്പെട്ടവനും ഏത് മേഖലയിലായിക്കോട്ടെ, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ബെറ്റ് എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. ഇനി എന്റെ ലൈഫിൽ അങ്ങൊരു അസറ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങളുടെ ലൈഫിലും വരുമെന്ന് തോന്നുന്നില്ല. മേ ബി ആഫ്റ്റർ 100 years, ഐ ഡോണ്ട് നോ, എന്റെ ലൈഫിന്റെ ശേഷം എനിക്കറിയത്തില്ല. പക്ഷെ നമ്മുടെ ലൈഫ് ടൈമിൽ ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഇനി വരത്തില്ല. യൂട്ടിലൈസ് ഇറ്റ്. ഐ ആം ടെല്ലിങ് യു, യൂട്ടിലൈസ് ഇറ്റ്. ഞാൻ ബിറ്റ്കോയിൻ 24,000 ആയിരുന്ന സമയങ്ങളിൽ ഞാൻ 2021 ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു 2021. അന്ന് എന്റെ ഫേസ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെക്യൂരിറ്റീസ് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഞാൻ ആ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്ത് ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നുണ്ടായിരുന്നു 2021. അന്ന് ബിറ്റ്കോയിന്റെ പ്രൈസ് ഒക്കെ ഒത്തിരി താഴെയാണ്. അന്നൊന്നും ആർക്കും ഇത് വേണ്ട. കുറെ കമന്റുകൾ ഞാൻ കേട്ടിട്ടുണ്ട് സ്കാം ആണെന്നുള്ള രീതിയിൽ. ഇന്ന് ദാറ്റ്സ് ഡിഫറെന്റ്. ഞാൻ ഇന്ന് പറയുന്നു, മില്യൺസ് ഓഫ് ഡോളറിലേക്ക് ഇത് പോവുകയാണ്. ആളുകൾക്ക് വിശ്വസിക്കാൻ ഒക്കത്തില്ല ഒരു കോയിൻ മില്യൺസ് ഡോളറിലേക്ക് എത്തുക. ആളുകൾക്ക് സ്കേഴ്സിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ അതെങ്ങനെ അതിന്റെ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നോ ഒന്നും യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ടാണ് ഈ ആളുകൾ ഈ മണ്ടത്തരം പറയുന്നത്. ബിറ്റ്കോയിൻ 200,000 എത്തത്തില്ല, 300 എത്തത്തില്ല, 400 എത്തത്തില്ല. ഇത് സഡൻ ജമ്പായിരിക്കും. ഞാൻ കാണുന്നൊരു കാഴ്ചയുണ്ട്, അത് സംഭവിക്കും. ഒരു ദിവസം ബിറ്റ്കോയിൻ 100,000 എത്തും. ഒരു ദിവസം. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേ ക്യാൻഡലിന്റെ ഇതാണ് പറയുന്നത്. നമ്മൾ ഇന്നേ വരെ കണ്ടേക്കുന്ന ഡേ ക്യാൻഡലിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു 10,000 US ഡോളറാന്ന് തോന്നുന്നു ഒരു ദിവസം ബിറ്റ്കോയിൻ വളർന്നേക്കുന്ന ഒരു ഡേ ക്യാൻഡിൽ. ഞാൻ പറഞ്ഞത് നമ്മൾ കാണാം, നമ്മുടെ ലൈഫിൽ നമ്മളിത് കാണും. ഒരു ദിവസം ബിറ്റ്കോയിൻ മൂവ് ചെയ്യുന്ന 100,000 ആയിരിക്കും. ഒരു ദിവസത്തെ ഡേ ക്യാൻഡിൽ മൂവ് ചെയ്യുന്ന 100,000 ആയിരിക്കും. നമ്മൾ മരിക്കുന്നതിന് മുന്നേ അത് കാണും, ഉടനെ കാണും. ബിറ്റ്കോയിൻ ഒക്കെ $1 million എത്തുമ്പോൾ ഒരു ദിവസം മൂവ് ചെയ്യുന്നത് 100,000 ആയിരിക്കും. മൂവ് അപ്പ്, മൂവ് ഡൗൺ 100,000, 200,000, 300,000. ഇമാജിൻ ദാറ്റ് വൺ. നമ്മള് ഉടനെ കാണും 50,000 അല്ലെങ്കിൽ 30,000 ഇൻ എ ഡേ മൂവ് ചെയ്യുന്നത് ഉടനെ കാണും. നമ്മള് 10,000, 15,000, 20,000 ഇൻ എ ഡേ. ഇൻ എ ഡേ 10,000 എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയിൽ എത്ര പേർക്ക് 10,000 എന്ന് പറയുന്നത് 8 ലക്ഷം രൂപ. ഒരു ദിവസം മൂവ് അപ്പ് ചെയ്യുന്ന 8 ലക്ഷം രൂപയായിരിക്കും. എത്ര പേര് ഒരു കൊല്ലം കൊണ്ടുണ്ടാക്കുന്ന 8 ലക്ഷം രൂപ? Then 20,000, 30,000, 40,000, 50,000, 100,000. ഇപ്പോഴത്തെ വെച്ചിട്ട് 86 ലക്ഷം ഒരു ദിവസം മൂവ് ചെയ്യുക. ഡു യു ഇമാജിൻ ദാറ്റ് വൺ? ഗൈസ്, ദാറ്റ്സ് കമ്മിങ്. നമ്മൾ ഉടനെ അത് കാണും.
Okay, so guys, okay, okay, guys. What I'm telling is, what I explained to you today. Everything is facts. Everything is truth. ഞാൻ ഒരിക്കലും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വാട്ട് ഐ എം എക്സ്പ്ലെയിൻ എവല്യൂഷൻ ഓഫ് മണി, എവറിത്തിങ് ഇസ് ട്രൂ. നമുക്ക് ഒരിക്കലും ഞാനത് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊന്ന് പലർക്കും UAE-യിലുള്ള പല ആളുകളും ഉണ്ട്, അവർക്കിതൊന്നും ഡിസ്കോർഡ് റെസ്ട്രിക്ഷൻസ് ആയിരിക്കും. ഞാനത് റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ റെക്കോർഡിംഗിന് ഒരു സെറ്റിംഗ്സ് ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. അത് റെക്കോർഡിംഗ് ചെയ്യുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ഈ റെക്കോർഡിങ്സ് നമ്മൾ അതിനകത്ത് ഇടാം. ഈ ഒരു ടോക്ക്, ഈ ഒരു പറഞ്ഞു തന്നത് നിങ്ങൾ എത്ര പേർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അതിന്റെ വ്യാപ്തി, അതിന്റെ ഡെപ്ത് എത്രമാത്രം മനസ്സിലായിട്ടുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഇന്ന് കാണുന്ന ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ റിയൽ മണി. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മണി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്ന ഫിയറ്റ് കറൻസി ആണെന്നുള്ള കാര്യം അല്ല. ഉദാഹരണത്തിന് എന്റെ കയ്യിൽ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടെന്നിരിക്കുക, ഒരു ബൈക്ക്. റോയൽ എൻഫീൽഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. റോയൽ എൻഫീൽഡ് 350cc ഒരു വണ്ടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യില് ഡ്യൂക്ക് 350 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഞാനും നിങ്ങൾ ആ ഡ്യൂക്ക് 350 ഉള്ള ആളുകളും തമ്മിൽ ഒരു ധാരണയിലെത്തുന്നു. ഓക്കെ, എനിക്ക് ഡ്യൂക്ക് 350 മേടിക്കാൻ ആഗ്രഹമുണ്ട്, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് റോയൽ എൻഫീൽഡ് 350 മേടിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവർ പൈസയുടെ ഇടപാടൊന്നും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഇസ് ആക്ച്വലി മണി. നിങ്ങൾ എവിടെയാണോ വിശ്വാസം അർപ്പിക്കുന്നത്, എവിടെയാണോ വാല്യൂ കൽപ്പിക്കുന്നത്, ദാറ്റ് ഇസ് മണി. അല്ലാതെ ഗവൺമെന്റ് പറയുന്ന അല്ലെങ്കിൽ ഏത് രാജ്യമാണോ പറയുന്ന ആ ഒരു ഫിയറ്റ് കറൻസി നിങ്ങൾ യൂസ് ചെയ്യണം, ദാറ്റ് ഇസ് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് മണി. നിങ്ങളുടെ വാല്യൂ കണ്ടിട്ട് അത് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തൊക്കെയാണോ അതെല്ലാം മണിയാണ്. ദാറ്റ്സ് ദ ഡെഫിനിഷൻ. അല്ലാതെ ഇത് നമ്മുടെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി പോയേക്കുന്ന ഒരു സംഭവമാണ് മണി എന്ന് നമ്മൾ പറയുന്നത്. ഈ ഫിയറ്റ് കറൻസീസ് ആണ് അല്ല, ഒരിക്കലുമല്ല. റിയൽ എസ്റ്റേറ്റ് മണിയാണ്, സ്റ്റോക്ക് മണിയാണ്, ഗോൾഡ് മണിയാണ്. പക്ഷെ ആ ഓരോ മണിക്കും അതിന്റെ ആയിട്ടുള്ള ഹാർഡ്നെസ്, എത്രമാത്രം വേഗം അവന് പ്രിന്റ് ചെയ്യാൻ ഒക്കുവോ അതിന് അത്രമാത്രം പറയും. ഫിയറ്റ് കറൻസി എന്ന് പറയുന്നത് സോഫ്റ്റ് മണിയാണ്. സ്റ്റോക്ക് ഫിയറ്റ് കറൻസിയേക്കാളും ഹാർഡാണ്. കാരണം ഒരു മനുഷ്യന് ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റോക്ക് ഷെയർസ് ഇൻക്രീസ് ചെയ്യാൻ ഒക്കത്തില്ല. കാരണം അവരുടെ വാല്യൂ, സ്റ്റോക്കിന്റെ അല്ലെങ്കിൽ ആ ഷെയറിന്റെ വാല്യൂ കുറയും. അതുകൊണ്ട് ക്യാഷിനെക്കാളും കുറച്ചും കൂടെ ഹാർഡാണ് സ്റ്റോക്ക്. അതുകൊണ്ടാണ് ആളുകൾ ക്യാഷ് മാറ്റി സ്റ്റോക്കിലേക്ക് ഇടുന്നത്. സ്റ്റോക്കിൽ കൂടുതൽ വാല്യൂ ഇൻക്രീസ് ചെയ്യും. റിയൽ എസ്റ്റേറ്റ് അതിനേക്കാളും ഹാർഡാണ്. ഗോൾഡ് ഹാർഡാണ്. ഹാർഡ്നെസ്സിനകത്ത് ഡിഫറൻറ്റ് വരുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ളതാണ് ബിറ്റ്കോയിൻ. കാരണം 21 മില്യനേ ഉള്ളൂ. ഇനി എത്ര വലിയ കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ കൊണ്ടുവച്ചാൽ, എത്ര പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ കൊണ്ടുവച്ചു കഴിഞ്ഞാലും കൂടുതൽ ബിറ്റ്കോയിൻ പ്രിന്റ് ചെയ്യാൻ ഒക്കത്തില്ല, മൈനിങ് ചെയ്യാൻ ഒക്കത്തില്ല. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈനിങ് എക്യുപ്മെന്റ്സ് കൊണ്ടുവച്ചാലും 10 മിനിറ്റിൽ 3.125 ബിറ്റ്കോയിനെ പുറത്തോട്ട് വരും. So you need to understand the importance. Okay, so okay guys, ഈ ഒരു ടോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുമാത്രം നിങ്ങളുടെ ലൈഫിനെ ഇത്, ഈ പുതിയ ഇൻഫർമേഷനകത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പറഞ്ഞു, what we are seeing now as a money, that's not real money. Okay, ലോകത്ത് ഒരാൾക്കും ഒരു ഗവൺമെന്റും നമ്മളെ ഫോഴ്സ് ചെയ്യാൻ ഒക്കത്തില്ല ഒരു മണിയാണെന്ന്. അത് നമ്മളിപ്പോ കണ്ടുവന്നേക്കുന്ന ഫോഴ്സിങ് ആണ്. ഇതാണ് മണി, ഇതിനു വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ ടാക്സ് അടയ്ക്കണം, അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മൾ ഈ ഫിയറ്റ് കറൻസിയുടെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു വശത്ത് പ്രിന്റ് ചെയ്യുന്നു, അതൊരു വശത്ത് നമ്മൾ ഒരു വർഷം ടാക്സ് അടയ്ക്കുന്നത് 30-40%. അതിപ്പോ പല രാജ്യങ്ങളും നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് ഡിഫറെന്റ്. ഇമാജിൻ 30 or 40% ടാക്സ് നമ്മൾ അടയ്ക്കുന്നെന്ന് വിചാരിക്കുക. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസമുണ്ട്. അതിലെ ആദ്യത്തെ 2-3 മാസം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുക ഗവൺമെന്റിന് വേണ്ടി. ദാറ്റ് ഇസ് എക്സാക്ട്ലി ഡസൻ മീൻ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആദ്യത്തെ 2-3 മാസം ഫ്രീ ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നു. അതിന്റെ പൈസ നമ്മൾ പ്രതീക്ഷിക്കരുത്. അതല്ലേ നമ്മൾ എക്സാക്ട്ലി വർഷത്തിന് അവസാനം നമ്മൾ ടാക്സ് പിടിക്കുന്നത് 30% ഒരു വർഷത്തെ നമ്മുടെ സാലറിയിൽ നിന്ന്. അതായത് 2-3 കൊല്ലം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലേ? അങ്ങനെ മീനിങ് എക്സാക്ട്ലി അങ്ങനെ ഒരു മീനിങ് ഉണ്ട് അതിനകത്ത്. നമ്മൾ അതിനെ കാണുന്നില്ല. ഓക്കെ ഗൈസ്, യാ സോ ഗൈസ്, how was our talk today? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ലൈവ് ടോക്ക്? എന്തുമാത്രം നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യും, എന്തുമാത്രം നാളെ നിങ്ങൾ ഈ ലോകത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, സോ ഗൈസ്, ടേക്ക് കെയർ, ബൈ ബൈ.